UK വന്നപ്പം ആ സ്പിരിച്വൽ കണക്ഷൻ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നില്ലായിരുന്നു, എനിക്ക് ജീസസിൻ്റെ അടുത്ത് കൂടെ കണക്ഷൻ തോന്നിയില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ തോന്നിയിട്ടില്ല, പ്രാർത്ഥിക്കാൻ എപ്പോഴും തോന്നിയിട്ടില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ലോസ്റ്റ് സോളായിരുന്നു. എനിക്ക് ഒരു ഇതില്ലായിരുന്നു, എനിക്ക് എന്തോ എൻ്റെ മൈൻഡിൽ നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, അതെൻ്റെ സന്തോഷമായിരുന്നെന്ന്. പക്ഷേ ഡീപ്പ് ഡൗൺ ഞാൻ ആക്ച്വലി ലോസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫുൾ അകത്ത് മുഴുവൻ ഡാർക്ക്നെസ് ആയിരുന്നു. പക്ഷേ ഫ്യൂ മന്ത്സ് ബാക്ക് എൻ്റെ ഫ്രണ്ട് ജോഷുവ അവൻ പറഞ്ഞ്, എടാ ഒരു ക്യാമ്പുണ്ട്, കിൻഡിൽ എന്ന് പറയുന്ന ക്യാമ്പ്, നമുക്ക് അവിടെ പോവാം, അവിടെ അടിച്ചു പൊളിക്കാൻ നിറയെ സ്പോർട്സ് ഉണ്ട്, പിന്നെ ഗെയിംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വിചാരിച്ചു സമ്മറല്ലേ, വേറെ പണിയൊന്നും ഇല്ല, വീട്ടിൽ അങ്ങ് കുത്തിയിരിക്കുന്നേ ഉള്ളല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ കാര്യത്തിനൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല അവിടെ പോകാനായിട്ടെന്ന്. അച്ഛനും അമ്മയും പിന്നെ നിഖിലങ്ങളും എല്ലാവരും പറഞ്ഞ് എല്ലാവരും ആവേശത്തോടെ തിരിച്ചു വരാനായിട്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചു ഓക്കെ 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 എന്ന് പറഞ്ഞ് അങ്ങ് ഇത് ചെയ്തു. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ആദ്യത്തെ ദിവസം അവിടെ എത്തിയപ്പം വർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം നല്ലായിരുന്നു. അവിടെ ആദ്യത്തെ ദിവസം അങ്ങ് ഇതായിരുന്നു. ഞാൻ പ്രേ ചെയ്തായിരുന്നു, പാടിയിട്ടുണ്ട് എല്ലാ പാട്ടുകളൊക്കെ. പക്ഷേ അത് എൻ്റെ മനസ്സിൽ നിന്ന് നന്നായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതൊരു ഹാബിറ്റായിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. പക്ഷെ രണ്ടാമത്തെ ദിവസം വർഷപ്പിൽ വന്നപ്പം എന്താണെന്നറിയില്ല, ഞാൻ വിചാരിച്ച് എന്നാൽ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്നുകൂടെ ആ സ്പിരിറ്റ് വരുമോ ഇല്ലയെന്ന്. ഞാൻ അവിടെ ഇരുന്ന് പാട്ട് പാടി കണ്ണടച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിച്ച്, ദൈവം ശരിക്കും ദൈവമാണെങ്കിൽ എൻ്റെ അടുത്ത് ആ സ്പിരിറ്റ് തിരിച്ചൊന്നുകൂടെ വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കൈ മേളി വെച്ച് പാടി തുടങ്ങി വന്നപ്പോൾ എനിക്കറിയില്ല എന്താണ്ടോ എൻ്റെ ബോഡിയിൽ വന്ന് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കെന്തോ മനസ്സിലായില്ല. I started crying, like not in a bad way, in a happiness, like full of happiness. I felt like I had someone with me. I never felt this happiness before. അവിടെ വലിയ ശബ്ദം ഉണ്ടായിരുന്നു, പാട്ടുകളുടെ ശബ്ദവും എല്ലാ പാസ്റ്റർമാരും പ്രസംഗിക്കുക എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ I didn't hear any of it. I was in a zone of peace. I was in a zone of harmony. I was like, wow, this is amazing. And ഞാനൊരു പ്രാർത്ഥിക്കാൻ മാത്രം, പിന്നെ പണ്ടിങ്ങനെ പ്രാർത്ഥിക്കാനും വർഷിപ്പിക്കാനായിട്ടൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്കങ്ങനെ പോകാനായിട്ട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്താണ്ടോ വിളിച്ച് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാവരും ഒരു സർക്കിളായിട്ട് വന്നാൽ അവർക്ക് പ്രാർത്ഥിക്കാമെന്ന്. അവരെ എല്ലാവരെയും തൊട്ട് പ്രാർത്ഥിച്ച് എല്ലാവരെയും അങ്ങ് ഫുൾ ഓഫ് സ്പിരിറ്റിലോട്ട് അങ്ങോട്ട് ഏറ്റിയെടുത്തുമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, true joy does not come from the worldly pleasures or the people around you. It comes from the Spirit of God. Let me tell you, He's the light for our darkness. He will never leave us on. Bible, even if your parents abandon you, He will never abandon you. His love, avante love is sweeter than honey. Madhurathinagattil teeninagattil madhura. He will never leave you alone. And ഇത്രയുള്ളതാണ് എൻ്റെ ഒരു മെസ്സേജ്. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സംസാരിച്ചതിൽ കർത്താവൻ ആൾ മാറിയവനെ പോലെ ആക്കിയല്ലോ. ഞാൻ എപ്പോഴും റോളം മോനെ പറ്റി പറയേണ്ട കാര്യം, നമ്മൾ സാധാരണ ആരോടെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും നമുക്കൊരു ഒരു എക്സ്ക്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമാണ്, നോക്കട്ടെ. പക്ഷെ റോണ്ടൽ മോനോട് കടലിൽ ചാടാൻ പറഞ്ഞില്ല, എന്ത് ചെയ്തോളും, ചാടിക്കോളും. അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ അനുസരിച്ചോളും. ഞാൻ കഴിഞ്ഞ ദിവസം അനുസരിച്ചോട് പറയായിരുന്നു, പ്രസംഗിക്കാൻ പറഞ്ഞവൻ അതും ചെയ്തോളും. എന്ത് ചെയ്താലും റോണ്ടൽ മോൻ റെഡിയാണ്. അത് കർത്താവ് എടുത്ത കൃപയാണ്. അപ്പം നമ്മൾ തലമുറയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കൊയ്യുക തന്നെ ചെയ്യും. ഒരു ഹാലലി പറഞ്ഞാട്ട് എല്ലാ തലമുറകളും ഇതേപോലെ വരും. എത്ര വിശ്വസിക്കുന്നു? റോണൽ ഒരു വിത്തായി തീരട്ടെ അനേക തലമുറയ്ക്ക്. ആമേൻ. കരങ്ങൾ ഉയർത്തി ഹാലലി പറഞ്ഞാട്ടെ. ഇനിയും മുന്നോട്ട് കർത്താവ് ശക്തമായിട്ട് നടത്താൻ അനേക ജനറേഷനുകളെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കട്ടെ. ആമേൻ. ഹാലലൂയ. നമുക്ക് വേഗത്തിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ ദേശത്ത് കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമറ അല്ലെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അല്ലേ നമുക്ക് നോക്കാം. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നവാസ് ബാറിനെ കൂട്ടി വരുത്തി. ഇതൊരു വിത്താണ്. അനേക ഇടങ്ങളിൽ പോയി നിങ്ങളെല്ലാവരും സുവിശേഷം നമ്മുടെ മേൽ നിർബന്ധമാണ്. പക്ഷെ സുവിശേഷം ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ആവശ്യമാണ്. നമുക്ക് വിളി മാത്രം പോരാ. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ലഭിച്ചാൽ നമുക്ക് ടാലൻ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ടാലൻ്റ് ഇല്ലെങ്കിൽ എന്താണ്
നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ സുവിശേഷത്തിന്റെ വിളിയുണ്ടെങ്കിലും സുവിശേഷത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ സുവിശേഷം ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വചനഭാഗം എന്തെങ്കിലും അല്ല, വചനം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് വന്നിരുന്നത്? കൃപാവരങ്ങളെ പറ്റിയായിരുന്നു അല്ലേ? അപ്പം കർത്താവിന്റെ നാമത്തിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കൃപാവരങ്ങളെ നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല, കൃപാവരങ്ങളുടെ പ്രവർത്തികളെയും ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നത് നമ്മളെ റിവൈവൽ മീറ്റിംഗ് വെള്ളിയാഴ്ച വെച്ചല്ലേ, വെള്ളിയാഴ്ച നമ്മൾ വെച്ച. അപ്പം ഞാൻ ലിൻസ്റ്റർ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ആ ഒരു മീറ്റിംഗ് വരുമ്പോൾ പ്രത്യേക രീതിയിൽ ഒരു മെസ്സേജിൻ്റെ ട്യൂണ് മാറുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന പോലെയല്ല, ഒരു വ്യത്യാസം. കാരണം നിങ്ങളെ ദൈവാത്മാവ് എവിടെയൊക്കെയോ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? കർത്താവ് കൊണ്ടുപോവുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ ഓരോ ബൗണ്ടറികൾ മാറുമ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റുകൾ കാണാൻ പറ്റും. നമ്മുടെ അവിടെ സ്ഥലത്തിൻ്റെ ഇവിടെ നമ്മുടെ മറ്റേ യൂണിയൻ ഹാളിൽ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ആദ്യമായിട്ടാണ് നമ്മുടെ ഷീബ സിസ്റ്ററും റോസ് സിസ്റ്ററും ആദ്യമായിട്ട് വരുന്നത്. അപ്പം അവരിങ്ങനെ സൂമിൽ കൂടിക്കൊണ്ട്, എനിക്ക് അറിയത്തില്ല അപ്പോൾ ആരൊക്കെയാണ് സൂമിൽ കൂടുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട്, ബ്രദറെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്, ഷീബ സിസ്റ്റർ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്, ബ്രദർ വൈറലാകാൻ പോകാന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ആദ്യം ഒരു ടെൻഷനായിപ്പോയി. കാര്യം വൈറലാകുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പം സിസ്റ്റർ പറഞ്ഞു, ബ്രദർ വൈറലാകാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു കണക്ഷനാണ് ഈസ്റ്റാമിലേക്ക് നമുക്ക് എന്ത് ചെയ്തത്. അവരിങ്ങോട്ട് പറഞ്ഞു നമുക്കൊരു പ്രെയർ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. അപ്പം എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട് ഇങ്ങനെ, എന്താണ് നമ്മൾ ഈ ദൈവാത്മാവ് എന്ത് പറഞ്ഞിട്ട് വൈറലാകും, ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ബൗണ്ടറി കഴിയുമ്പം നമ്മുടെ അകത്ത് ഓരോ കാര്യങ്ങൾ വരും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമായിരുന്നു, പെട്ടെന്ന് യൂട്യൂബിൻ്റെ അകത്ത് ഒരു മെസ്സേജ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോവാം, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു മെയിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്നു. ഒരു കാരണമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ നമ്മൾ സാധാരണ വചനമൊക്കെ പറഞ്ഞ് ആരും ഉപദ്രവിക്കാതെ പോകുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ്. അപ്പം ഞാൻ അവർക്ക് തിരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി. അപ്പം ഞാൻ ചിന്തിച്ചു, കാര്യം എത്രയോ കാര്യങ്ങൾ യൂട്യൂബിൽ കിടന്ന് ഓടുന്നു, അവർക്കതൊന്നും വിഷയമല്ല. യൂട്യൂബ് നേരിട്ട് എന്ത് ചെയ്യുന്നു, മെയിൽ അയക്കുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ചാനലുകളുണ്ടോ അതൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞൊരു വാണിങ്ങുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കുറച്ച് പേര് കൂടിയിരിക്കുന്നു, നമ്മുടെ ലൈഫ് എന്നാ മാറാനാ? ഒരു ദിവസം കർത്താവ് എടുത്തങ്ങ് എറിയും. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് കുറച്ചിങ്ങനെ ഇടയ്ക്കൊന്ന് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് കയറിയ സമയത്ത്, അപ്പം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസ്, ഞാൻ ഈ ദിവസം കൃപാവരങ്ങളെ പറ്റി പറയാൻ കാരണം, ചില കാര്യം നമ്മൾ പ്രതീക്ഷിച്ചോണം, ചില കാര്യം നമ്മൾ എന്ത് ചെയ്തോണം, പിശാചിന്റെ ആഗ്രഹം നമ്മളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോണേ, അവൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും. ഇപ്പൊ ബെന്നിബദറിന്റെ അകത്ത് ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ ബെന്നിബദറിനെ തകർക്കാൻ കഴിയത്തില്ല, ആ ശുശ്രൂഷയെ ഒതുക്കാൻ കഴിയത്തില്ല. പക്ഷേ മോശ കൽപ്പനയുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നാ ചെയ്തത്? മോശനെ ഒരിക്കലും ഉന്താൻ പറ്റത്തില്ല. കാര്യം തേജസ്സോടുകൂടി ഇറങ്ങി വരുന്നത്, തൊട്ടാൽ സാത്താൻ കത്തിപ്പോവും. ഇനി ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ അവനെ പ്രൊവോക്ക് ചെയ്ത് ആ ഡെസ്റ്റിനിയിലേക്ക് ഒന്ന് തിരിച്ചു വിടുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന്, അങ്ങനെ അപ്പോഴും കയറുന്നതല്ല, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ വളരെ ശക്തനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസ്, എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പേഴ്സണലി അറിയത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹത്തെ കുറെ പേര് എന്ത് ചെയ്യുക, ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ വിമർശിക്കുന്നത്, ലോകത്ത് എനിക്കൊന്ന് കേരളത്തിലെ പ്രശസ്തനായ വിമർശകൻ അതിട്ട് വിമർശിക്കുക. അപ്പൊ ഞാനിത് എന്തുവാ ഇവർ പറയുന്ന അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ കമന്റ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ നോക്കുമ്പം എൻ്റെ ഫോട്ടോ വെച്ച് എന്ത് ചെയ്തേക്കും, നിങ്ങൾ നോക്കിയ പറ്റി, ഞാനിത് ലൈവിൽ കാണിക്കത്തില്ല, എൻ്റെ ഫോട്ടോ വെച്ച് എന്ത് ചെയ്തേക്കുവാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയാണ്. മലയാളം ഒന്ന് വായിക്കാൻ പറ്റുമോ? മലയാളം ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ കൃപാവരം ഉപയോഗിക്കുമ്പോൾ എൻ്റെ എഴുതിയേക്കുന്ന ആദ്യത്തെ ഹെഡിങ് അല്ല, തൊട്ട് മുകളിലത്തെ വാക്യം, അത് എഴുതിയേക്കുന്ന ഓക്കെ. ഇതിപ്പോ ഞാൻ നോക്കുമ്പോൾ ഈ ഫോട്ടോ വെച്ച് എന്ത് ചെയ്തേക്കുക ഒരാൾ, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇനി നിങ്ങൾ കൃപാവരം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അപ്പൊ എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു കമന്റ് അങ്ങ് ഇട്ടാലോ.
പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞ് കമൻ്റ് ഇടുവല്ല, ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകണം. ഒരു ഹാലലി പറഞ്ഞാട്ടെ. കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പം ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, പിശാചിന് ഒരിക്കലും ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വചനം പറഞ്ഞാലും അവന് പ്രശ്നമൊന്നുമില്ല. യേശുക്രിസ്തു വചനം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭൂതമുള്ളവൻ എന്ത് ചെയ്തു? സിനഗോഗിൽ ഇരുന്നുകൊണ്ട് വചനം കേട്ടു. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? അവന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കി. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? യേശു പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മുമ്പിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രശ്നവും. പക്ഷെ യേശു എപ്പോഴാണോ തൻ്റെ അകത്തുള്ള ശക്തിയെ യൂസ് ചെയ്യുവാൻ തുടങ്ങിയത്, അതിന്റെ അർത്ഥം വചനത്തിന് ശക്തി ഇല്ലെന്നല്ല, വചനത്തെ ഉറപ്പിക്കുന്നതാണ് ദൈവപ്രവൃത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപ്രവൃത്തി. അപ്പം ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഒരു കമന്റ് ഇടാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുവാൻ പിശാചിന് പ്ലാൻ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റി സ്പെഷ്യലൈസ് എനിക്ക് തോന്നുന്നത് ദൈവം ഓരോ കാര്യം വെളിപ്പെടുത്തുമ്പോൾ നമ്മളിത് കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ അപ്പം എൻ്റെ അകത്തൊരു വാക്കൊരു കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ എന്തിനകത്ത് കയറുക എന്ന് എന്ത് ചെയ്തു? ലിങ്ക് കൊടുത്തൊക്കെ സൂമിൻ്റെ. അപ്പം ഇന്നലെ വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ ഡെലിവറൻസ് മീറ്റിംഗ് ആയിരുന്നു. ശുശ്രൂഷയ്ക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു ഇതിനകത്ത് പരീക്ഷകൻ എന്ത് ചെയ്തിട്ടുണ്ട്? കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട, വ്യക്തിപരമായ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന ജനം കൃപാവരത്തെ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതെല്ലാം തട്ടിപ്പാന്നാണ് എന്ത് ചെയ്യുന്നത്? അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത ഇന്ന് നമ്മൾ അന്യഭാഷ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതാണ്, നിങ്ങൾ യൂസ് ചെയ്യാൻ പറഞ്ഞു. അവർ മടിച്ച്, നമ്മളെ മടിച്ചു നിൽക്കുക. അവർ മടിച്ചു നിന്നില്ല, അവർ പ്രാർത്ഥിക്കാൻ നിങ്ങൾ കണ്ടായിരുന്നു. കൂട്ട സൗഖ്യങ്ങൾ, 18 10 വർഷമായിട്ടുള്ള രോഗങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തു? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, ഈ ജനത്തിൻ്റെ അകത്തൊരു ബോധം കൊണ്ടുവരിക. ഞാൻ ആ ഒരു കമന്റും കൂടെ മലയാളം വായിക്കാൻ പറ്റുന്നത്. ഞാൻ മലയാളം വായിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ അകത്ത് കമന്റ് ഇംഗ്ലീഷ് എനിക്ക് അതിൻ്റെ കമന്റ് വരുന്നത്. ഇതൊന്ന് എൻ്റെ അകത്തൊരു ഞാനൊരു കഴിഞ്ഞ ദിവസം എൻ്റെ അകത്ത് ആ നമ്പർ 510 എന്നുള്ള നമ്പർ അതെന്തുവാ കണ്ടോ? അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, എൻ്റെ അത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെയാണ്. അതായത് സഹോദരി ഇട്ടിരിക്കുന്നതാണ് എൻ്റെ ATM-ന്റെ നമ്പർ. അതായത് അവരുടെ ഒരു പാസ്വേഡാണ് എന്ത് ചെയ്തേക്കുന്നത്? വെളിപ്പെടുത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം നമ്മൾ ഈ കാര്യം ഇപ്പം ചിന്തിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പരിപാടി ഇപ്പം നമ്മുടെ നവാസ് ബദറിന്റെ ATM-ന്റെ കാർഡ് വെളിപ്പെടുത്തുന്നതാണോ? അല്ല. ഇതുകൊണ്ട് എന്താ ഗുണം? സുവിശേഷത്തിന് എന്താ ഗുണം? ഒരാളുടെ ATM നമ്പർ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകൊണ്ട് എന്താ ഗുണം? ഒരാളിലെ ടാർഗറ്റ് ചെയ്യുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്ത് ഈ കൃപാവരം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു തോന്നൽ വന്നാൽ പോലും പറഞ്ഞോണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു കീ ആണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ആ വ്യക്തി അത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയണത് എൻ്റെ ATM-ന്റെ നമ്പറാണ് കമന്റ് ചെയ്തേക്കും. അത് പ്രാർത്ഥന ക്ലോസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. ഒരു സ്തോത്രം പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു ദേവദാസനെ വിമർശിക്കുന്നത് കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? എന്തുവാണ് പറയുന്നത് കാണാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃപാവരം ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമുക്കെതിരെ വന്നാൽ അവരോട് എന്ത് ചെയ്യാൻ പോകണ്ട. ഇത് പിശാച്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റൂട്ട് എന്ത് ചെയ്യും? പകരം ഇതെന്താന്നുള്ളത് വെളിപ്പെടുത്തിയാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ എല്ലാവരും ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ പേര് കമന്റ് ഇട്ടവരുടെയും എനിക്ക് കേരളത്തിലെ പ്രശസ്തനായ വിമർശകന്റെ അത് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. വായിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പേര്. എല്ലാവരും ഞാൻ അവരെ വ്യക്തിപരമായി നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ എനിക്കെതിരെ പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, കൃപാവര ശുശ്രൂഷ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ പല ദൈവദാസന്മാർ നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, അവന്റെ ആഗ്രഹം നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. പകരം നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുക. ഒരു വാക്തത്വമുള്ളവനെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഒരു വ്യക്തിക്കകത്തൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളെ പരിഹസിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ അകത്ത് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ ATM-ന്റെ കാര്യം മൊത്തത്തിൽ എന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തിയാൽ മടി കൂടാതെ എന്ത് ചെയ്യണം? ചോദിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചോദിക്കുമ്പം ഇതൊക്കെ നമ്മൾ ബുദ്ധിക്കും കർത്താവിന് വേണ്ടി നമ്മൾ പരിഹാസയാക്കാൻ വേണ്ടി ഇറങ്ങിക്കുമല്ലേ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതും അങ്ങനെയൊക്കെ തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇന്നലെ എടുത്ത വാക്യത്തിൽ നിന്ന് വേഗത്തിൽ അങ്ങ് വരുന്നുണ്ട് ഈ കാര്യത്തിലോട്ട്. നിങ്ങൾ കൃപാവരം, ബലോസ്ലിക പറഞ്ഞതുപോലെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വിശേഷാൽ പ്രവചിക്കണം.
എന്താ ഇത്രയും നിർബന്ധം പറയാൻ കാര്യം? കൃപാവരത്തിന് ഒത്തിരി ശക്തിയുണ്ട്. ഒരു വ്യക്തിയിലേക്ക് അതിനെ കഴിഞ്ഞ ദിവസത്തെ ഫ്രൈഡേ മീറ്റിങ്ങിൻ്റെ അകത്ത് ഞാൻ കണ്ടൊരു കാര്യം, സാധാരണ നമ്മൾ അന്യഭാഷ കുറേ നേരം പ്രാർത്ഥിക്കുമ്പം നീണ്ട എനിക്ക് വന്നത് ഒരു 8-9 മണിക്കൂറോളം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. സാധാരണ ദൈവാത്മാവ് പകുതി എത്തുമ്പം അവരെ ഒരു അടുത്ത മൂബഷനോട് പറഞ്ഞില്ല, അവരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ആ മീറ്റിംഗ് വരെ എന്ത് ചെയ്യുക? കാര്യം അതിൻ്റെ അകത്ത് ഈ വിമർശിക്കാനുള്ള ആൾക്കാർ എന്ത് ചെയ്ത് നമുക്കറിയത്തില്ല ആരാ എന്താ ഏത് പ്രൊഫൈലാണ്, പക്ഷേ ദൈവാത്മാവിനറിയാം ആരൊക്കെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതൊരു ഹാലലി പറഞ്ഞാട്ടെ, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പൊ 2 ഗുണം ഉണ്ടായത്, അവർക്ക് ആ കൃപാവരെ ഉപയോഗിക്കാനും പറ്റി, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പൊ വിമർശകർക്കുള്ള മറുപടി എന്തുവാ? ദൈവപ്രവൃത്തിയാണ്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. റെനാൻ ബോങ്കെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ബോങ്കെ നിങ്ങൾ ഈ വിമർശകരോട് മറുപടി പറയാത്തത്? അദ്ദേഹം പറയാ, ദൈവത്തിന്റെ പ്രവൃത്തി നോക്കുക, ഇതാ മറുപടി. ഒരു ഹാലലി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് മറുപടി. ഒരു സ്വോത്രം പറഞ്ഞു. നമുക്ക് യൂദായുടെ ലേഖനം ഒന്ന് വേഗത്തിൽ എടുക്കാം. യൂദായുടെ ലേഖനം ഇന്നലെ എടുത്തതിന്റെ ബാക്കി ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇരുന്നത്. ഇന്നലെ അത് റെക്കോർഡായില്ലായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ യൂദായുടെ ലേഖനം ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ഒന്ന് വേഗത്തിൽ വായിക്കാവോ ആരെങ്കിലും? ആമേൻ. നിങ്ങൾ വാക്കുകൊണ്ട്, പ്രിയരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധനവ് വരുത്തിയും ആത്മാവിൽ എന്ത് ചെയ്യണം? യു ബിലവഡ് ബിൽഡിംഗ് യുവർ സെൽഫ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞു. ഒരു ഹാലിൽ പറഞ്ഞാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹിൽഷാമിൽ നിങ്ങൾ റിവൈവൽ മീറ്റിൽ കഴിയുന്നവരെല്ലാം കൂടണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു ഭയങ്കരമായിട്ട് കർത്താവ് ഒരു പുഷ് ചെയ്യുന്നുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒരു പകർച്ച സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. ഒരു പകർച്ച ഉണ്ടായ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി ഒരു കാലത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ വന്നിരുന്നെങ്കിൽ ഓർത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ അത് തന്നെ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇവിടെ നോക്കുക, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ബിലവഡ് ബിൽഡിംഗ് യുവർ സെൽഫ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞത്. അല്ലേ? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ആധാരമാക്കി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ് അതിനെ ബിൽഡ് ചെയ്യണം. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ കെട്ടപ്പോൾ നമുക്കൊരു വിശ്വാസം കിട്ടി. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത, ഈ വിശ്വാസം നിങ്ങളുടെ അകത്ത് വളരുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. കാര്യം നിങ്ങൾക്കറിയാമോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തുള്ള വിഷയമാണ് ഇപ്പോഴും ഉള്ളത്. ചേഞ്ചസ് വന്നില്ലേ? നമ്മുടെ ലൈഫ് ചേഞ്ച് ആയില്ലേ? ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കോവിഡ് ഉണ്ടായിരുന്നോ? ഇല്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് ഇന്ന് കാണുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി അങ്ങ് പോവാണ്, ദൈവത്തിൽ നിന്നുള്ളതിനെ എടുക്കുന്നതാണ് വിശ്വാസം. ഒരു കാലിൽ പറഞ്ഞ് ദൈവത്തിലുള്ള ഒരു അത്ഭുതം. ഇപ്പൊ ഞാൻ ബെന്നിബദറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബെന്നിബദറിന് ഒരു അത്ഭുതം ആവശ്യമാണ്. ഒരു സ്വോത്രം പറഞ്ഞ്, ദൈവം എന്നിലൂടെയാണ് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. യേശു പറഞ്ഞ വാക്കുകൊണ്ട്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു പറഞ്ഞു, ഞാൻ പോകേണ്ട പട്ടണങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഈരണ്ടായിട്ട് അയക്കുക. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടി? ഞാൻ പോകേണ്ട. അപ്പൊ ആര് പോകേണ്ട പട്ടണമാ? ഓ, എന്റെ യേശു പറഞ്ഞാട്ടെ. ഈ ഈസ്റ്റ് ഗാമിൽ ആര് വരേണ്ടതാ? ഈസ്റ്റ് ബോണില് യേശു വരേണ്ടതിന്റെ പകരം ഇപ്പൊ ആരെ അയച്ചു? കണ്ടു. അപ്പൊ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? യേശുവിനെ പോലെയാണോ? അല്ല. അതിന്റെ കാരണം നമ്മുടെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യുന്നില്ല. യേശുവിന്റെ പകരക്കാരനായിട്ട് നമ്മൾ വന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തു ചെയ്യുന്നതുപോലെ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം പൗലോസ്ലീഹ പറയുകയാണ്, യൂദായുടെ ലേഖനത്തിൽ പറയുകയാണ്, യൂദാ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. ഒരു കാലിലെ പറഞ്ഞാട്ടെ. ഇപ്പൊ പെന്നിബദറിന് ഒരു ഡെലിവറൻസ് വേണം. അത് കർത്താവ് എന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുക. പൗലോസ് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കണ്ടോ, ഞാൻ എന്ത് ചെയ്യുവാണ്? പിന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ മലയാളം. ഞാൻ കർത്താവിൽ നിന്ന് എന്ത് ചെയ്യുവാണ്? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ പ്രാപിക്കുന്നത്? ഞാനിപ്പം യേശുവിന്റെ നാമത്തിൽ ബെന്നിബദറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥിക്കാനുള്ള എന്റെ ധൈര്യമാണ് ഫെയ്ത്ത്. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഈ വ്യക്തി സൗഖ്യമാകും എന്ന എന്റെ ധൈര്യത്തിന്റെ പേരാ വിശ്വാസം. അല്ല, ഞാൻ പറയും ഡോക്ടറെ കാണിക്കാൻ പറയും. അല്ലേ? ഡോക്ടറെ കാണിക്കണ്ട, യേശു അത് ചെയ്യുമെന്ന് പറയാൻ കാരണം എനിക്ക് എന്തുള്ളത് കൊണ്ടാ? ഫെയ്ത്ത് ഉള്ളത് കൊണ്ടാ. ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ളതിനെ എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാ. കണ്ടോ? ഇത് നിങ്ങളിൽ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിലുള്ളതിനെ ആക്സസ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ ഇത് നോക്കിക്ക്. ഇനി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം, ഈ വാക്യം മറിക്കരുത്. റോമാ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചു. റോമാ ലേഖനം
12:3 വായിച്ചു. ഓ നിങ്ങൾ ആ വാക്ക് കൊണ്ടത് എവരി മാൻ ദ മെഷർ ഓഫ് ഫെയ്ത്ത് എന്നൊരു വാക്ക് അല്ലെ UKJV വരുമ്പോഴേക്കും വിശ്വാസത്തിന് എന്നുള്ള ഒരു അളവ്. മലയാളത്തിൽ ഒന്ന് വായിക്കുമ്പോൾ ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വരാതെ. നിങ്ങൾ വാക്ക് കൊണ്ട് വിശ്വാസത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോ നമുക്കെല്ലാം ഒരളവ് തന്നു, ഒരു മെഷർ തന്നിട്ടുണ്ട്. സ്തോത്രം. എന്റെ ചോദ്യം, നിങ്ങൾ വിശ്വാസത്തെ വളർത്തിയിട്ടുണ്ടോ? ഇല്ല. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും. നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഈ വെള്ളമില്ലെന്ന് വിചാരിച്ചു, ഇല്ല. വിശ്വാസം എന്നത് കാണാത്ത വെള്ളത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പൊ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയുടെ മേൽ ക്യാൻസർ സൗഖ്യമാക്കുവാൻ, സൗഖ്യത്തെ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ദൈവം തന്നത് ഒരളവ് വെച്ച. ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ എന്റെ ചോദ്യം, ഈ അളവിനൊരു പ്രത്യേകതയുണ്ട്. ഈ അളവിനെയാണ് യൂദാ പറയുന്നത്, ഇതിനെ ബിൽഡ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം ഇനി എന്തിനാണ്? കൂട്ടിക്കൊണ്ടേയിരിക്കണം. എന്തിനാ ഇത് കൂട്ടുന്നത്? ദൈവത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളെ എടുക്കണമെങ്കിൽ കൂടുതൽ വിശ്വാസം ആവശ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ നോക്കുക, ദൈവം എന്ത് ചെയ്തു? ഓരോരുത്തർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പം കണ്ടിട്ടില്ലേ, ബെന്നി ബ്രദർ ചിലപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയും, കർത്താവ്, ബെന്നി ബ്രദർ പറയും ഉറപ്പാ കർത്താവ് അത് ചെയ്യും. പക്ഷെ എനിക്കൊരു സംശയം വന്നു. അതിന്റെ കാര്യം എന്തുവാ? ഇച്ചിരി കൂടുതലുണ്ട് വിശ്വാസം. അപ്പൊ വിശ്വാസത്തിന്റെ മെഷർ വ്യത്യാസം കണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കര വിശ്വാസം. അല്ലപ്പോ ഞാൻ പറയും, അവര് വിശ്വസിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ കൃപാവരങ്ങളെ പറ്റി നമ്മൾ അന്ന് എടുത്തപ്പോൾ ഒരു കാര്യം ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ താഴോട്ട് വായിച്ചോട്ടെ. നമ്മൾ കൃപാവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ വാക്യം കളയല്ലേ. നിങ്ങൾ കേട്ടെ, ഇത് ശ്രദ്ധിച്ചോണം. ആത്മീക വരങ്ങളെ പറ്റി നമുക്ക് എന്ത് വേണം? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ATM കാർഡിന്റെ നമ്പരും ചിലപ്പോൾ വെളിപ്പെട്ടേക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ്? ചിലർ പറയും ഇങ്ങനെയൊക്കെയുള്ള ദൈവം പ്രവചിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, നിയമമില്ല, എങ്ങനെയും ദൈവം ഇടപെടാം. ഇനി ശ്രദ്ധിച്ചോണം, ഈ ATMന്റെ നമ്പർ വെളിപ്പെടുന്നത് പ്രവചനമല്ല. എന്തുവാണ് ഞാൻ ഇന്നാൾ പറഞ്ഞത്? വിസ്ഡമാണ്. ഇദ്ദേഹത്തിന്റെ അകത്തിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞു പോയൊരു പാസ്റ്റിനെയോ നടന്നു കഴിഞ്ഞ ഒന്നിനെയോ അത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രവചനമല്ല, വിസ്ഡമാണ്. പ്രവചനം എന്നുള്ളത് ഇത് വെളിപ്പെട്ടതിന് ശേഷം ബാക്കി എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അതിനെ കണക്ട് ചെയ്യുന്നതാണ് പ്രവചനം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് വേർഡ് ഓഫ് വിസ്ഡം എപ്പോഴും ഉപയോഗിക്കാം, പക്ഷെ പ്രവചനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും ഉപയോഗിക്കാം. ദൈവം സംസാരിക്കാതെ എന്ത് ചെയ്യത്തില്ല. പക്ഷെ എനിക്കിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേർഡ് ഓഫ് വിസ്ഡം ആരുടെയൊക്കെ പോയിട്ടും വിസ്ഡം ഉപയോഗിക്കാം. പക്ഷെ അടുത്ത സ്റ്റെപ്പിലോട്ട് അദ്ദേഹത്തെ കയറ്റണമെങ്കിൽ എന്ത് വേണം? പ്രൊഫസി ആവശ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇനി ഞങ്ങളുടെ വരുവാണ്, അത് വായിച്ചോ. ആത്മീയ വരങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുത്. വായിച്ചു, ബാക്കി വായിച്ചു. പൊട്ടുന്നൊക്കെ മാറ്റി വെച്ചോണേ. പൊട്ടുന്നൊക്കെ മാറ്റാൻ. കൃപാവരത്തിൽ താഴെ പെട്ടെന്ന് കൃപാവരത്തിലേക്ക് വന്നു. കണ്ടോ, എല്ലാവരിലും ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ദൈവം. പക്ഷേ പൗലോസ്ലീഹ ഇന്നാള് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് പറയാൻ കാരണം എന്തുവായിരുന്നു? കൊരിന്ത്യക്കാരുടെ സ്വഭാവം കൊണ്ടാ. ഇപ്പം നിങ്ങളെല്ലാം വർഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചാടിക്കേറി പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി. അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം ഡിസോർഡർ ആക്കിയ പൗലോസ് ഓരോരുത്തർക്ക് ഓരോന്ന് തന്നിട്ടുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇനി കൃപാവരത്തിൽ വ്യത്യാസമുണ്ട്, വീര്യപുരത്തിൽ വ്യത്യാസമുണ്ട്. അടുത്തത് കേട്ടെ, പൊതു പ്രയോജനം. അടുത്തത് കേട്. അപ്പൊ എന്തുണ്ട്? ആത്മാവിനാൽ. നമ്മൾ ആദ്യം കേട്ടു, ദൈവം ഓർത്തവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? അപ്പൊ ഇവിടെ പറയുന്നത് വേറെയാണ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവം തന്ന വിശ്വാസമുണ്ട്.
അപ്പൊ ദൈവം ചില സമയങ്ങളിൽ ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ചിലർ കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട്, ഇപ്പൊ യേശുവിനെ അറിയാത്ത ഒരാൾ പോലും ചിലപ്പോൾ എന്ത്, നമ്മൾ കണ്ടിട്ടുണ്ടോ വാർത്തയിലൊക്കെ ചിലർ, അവർക്ക് വിശ്വാസിയല്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ ഒരു വിശ്വാസം. ഉദാഹരണം പറയാം, ഒരിക്കൽ പത്രോസും ക്രിസ്ത്യന്മാരും പറഞ്ഞു, കർത്താവ് നിന്റെ നാമത്തിൽ ഒരുത്തൻ ഭൂതങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്താക്കുന്നു. കാര്യം ശിഷ്യന്മാരുടെ സംശയം, ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല പലപ്പോഴും. ഇവിടെ യേശുവിനെ അനുഗമിക്കുന്നില്ല വ്യക്തി, യേശുവിനെ ഫോളോ ചെയ്യുന്ന പോലുമില്ല, പക്ഷെ പുള്ളി രോഗികളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അല്ല, ദൈവം കൊടുത്തതാ പുള്ളിക്ക്. ഒരു കാലയിൽ പറഞ്ഞാട്ടെ, കാര്യം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഈ ചെയ്യുന്നവന് ദൈവം കൊടുത്തോണ്ടേ ഇരിക്കും. ഒരു കാലയിൽ പറഞ്ഞാട്ടെ, ഇനി ശ്രദ്ധിച്ചോണെ, ചെയ്യുന്നവന് ദൈവം കൊടുത്തോണ്ടേ ഇരിക്കും. രണ്ട്, ഗിഫ്റ്റിന്റെ പ്രത്യേകത, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിന്റെ പ്രത്യേകത, ഇത് ജ്വലിപ്പിക്കേണ്ടതാ. കാലയിലേ പറഞ്ഞാട്ടെ. മറ്റേ ഫെയ്ത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതാണ് പഴയ നിയമത്തിലുണ്ടായിരുന്ന ഫെയ്ത്ത്. അതായത് അവർക്ക് കൊടുത്തിരുന്ന ചില സമയത്ത് ദൈവം ഭയങ്കര വിശ്വാസം കൊടുക്കും, അല്ലെ? മോശയോട് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ മോശ പറഞ്ഞു മേലാൽ. ഇത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അല്ല, ദൈവം ഒരു അളവ് കൊടുത്തു മോശയുടെ മേൽ, ഭയങ്കര ഒരു അളവാ കൊടുത്തത്. അതിന്റെ അർത്ഥം, കൂടെ നിൽക്കുന്നവൻ പതറിപ്പോയാലും മോശ പതറത്തില്ല, കൂടെ നിൽക്കുന്നവൻ ഈ പിന്മാറിയാലും മോശ പിന്മാറത്തില്ല, ഈ കൂടെ നിൽക്കുന്നവൻ തളർന്നു പോയാലും മോശ പറയും, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ദൈവം കൊടുക്കുന്ന ഫെയ്ത്ത് ആണ്. അപ്പൊ നോക്കി, ഇതിനൊരു മെഷർ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ട്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ഇനി റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, റോമർ 10:17. കാണാപ്പാടം പഠിക്കുന്ന വിശ്വാസം കേട്ട് ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്ന വിശ്വാസം. ഇതേതാണ്? വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ആദ്യം ദൈവം തരുന്ന വിശ്വാസം, രണ്ട്, വചനം കേൾക്കുമ്പോഴുള്ള വിശ്വാസം, മൂന്ന്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മൂന്നായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഒറ്റ ഫെയ്ത്ത് ആണെങ്കിൽ ഇത് മൂന്നാക്കി പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി എടുക്കണ്ട, നമുക്കറിയാവുന്ന വാക്കാണ്. മർക്കോസ് 16:16 പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. നിങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ടാണ് ഞാൻ പലതും വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് അടയാളങ്ങൾ കാണാത്തത്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആ വ്യക്തിക്കകത്ത് ഒരു മിറക്കിൾ സംഭവിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിയുടെ മിറക്കിൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കുപ്പി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പൊക്കി തുറക്കാം, പക്ഷെ അതേ സ്ഥാനത്ത് ആ ബോക്സ് പൊക്കണം, ഇച്ചിരി സ്ട്രെങ്ത് എനിക്ക് വേണം. ഇനി നിങ്ങൾ രണ്ടുപേരുടെ കസേരയുടെ പൊക്കണമെങ്കിലോ, ഇനി സ്ട്രെങ്ത്. അപ്പൊ ചില കാര്യങ്ങൾ പകർത്തി കൊടുക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം ആ കാര്യത്തെ എടുക്കുവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ആ വാക്കൊന്ന് എടുക്കുവാണെന്നല്ല, ഞാൻ എടുത്തില്ല. അത് പത്രോസ്ലീഹ നമ്മൾ എടുക്കണ്ടേ പറഞ്ഞ് ഞാനങ്ങ് പോവാം. പറഞ്ഞതിന്റെ ബാക്കി പോവാം. വെള്ളിയാഴ്ച പത്രോസ്ലീഹ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ മുടന്തോട് പറഞ്ഞു, നീ കാലൂന്നി എണീക്കാൻ പറഞ്ഞു. പുള്ളി എണീറ്റില്ല. പകരം പത്രോസ്ലീഹ എന്ത് പറഞ്ഞു? അവനെ പിടിച്ചെണീപ്പിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി അവസാനം കാണുന്നൊരു വാക്യമുണ്ട്, അനന്യാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കിടക്കുക. പത്രോസ് വന്നിട്ട് കൈയും വെച്ചില്ല, പ്രാർത്ഥിച്ചു, അനന്യാസെ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, കിടക്കെടുക്കാൻ പറഞ്ഞു. പുള്ളി ചാടി എണീറ്റു. കണ്ടോ? 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, പിടിച്ചു പൊക്കിയപ്പോ സൗഖ്യം ഉണ്ടായി. അവസാനം അധ്യായത്തിൽ എന്ത് ചെയ്തു? യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ കണ്ടോ എന്താ അവിടെ സംഭവിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവിടെ യൂദാവിനകത്ത് എന്താ പറഞ്ഞത്? ബിൽഡിങ് യുവർ ഫെയ്ത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസത്തെ നിങ്ങൾ വളർത്തുന്നില്ല എങ്കിൽ നമ്മൾ നിൽക്കുന്ന പോയിന്റ് തന്നെ കുപ്പിയും പൊക്കിക്കൊണ്ടിരിക്കും. നമുക്കൊരിക്കലും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിളി എന്താണെന്നറിയാവോ? യേശു പോകേണ്ട ഇടത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയാണ് പ്രൊവോക്ക് ചെയ്യുക എന്നൊരാശയം. ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ വന്ന് ഒരു കമന്റ് അങ്ങ് ഇട്ടാലോ, ഒരു സ്വത്രം പറയും, ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടാൽ, ആ കമന്റ് ഇടുന്നതിനേക്കാൾ നല്ലത് നാളെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലൂടെ ഇനിയും ദൈവപ്രവർത്തികൾ ഉണ്ടായി വരട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക, വചനം മാത്രം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും. പിശാചിന് നിങ്ങളെക്കുറിച്ച് ഒരു കുഴപ്പവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ യേശു പ്രസംഗിച്ചപ്പോൾ ആരവിടെ ഇരിപ്പുണ്ട്? ആമേൻ. പക്ഷെ യേശു ആ വചനത്തിന്റെ ശക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഒരു വചനം എങ്ങനെയാണ് പ്രവർത്തിയിൽ? ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുക ഒരു വാക്യം. എന്നാ വാക്യം? ഒരു വാക്യം പറഞ്ഞ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും
ഉണ്ടാകത്തില്ല. ഇപ്പം നവാസ് ബ്രദർ ഒത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ബൈബിൾ പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. ഇതൊരു അത്ഭുതമായി മാറണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറ. വിശ്വാസത്താൽ അത്ഭുതം നടക്കുന്നത്, അല്ലേ? അപ്പൊ ഈ വിശ്വാസം പ്രധാന ഘടകമാണ് നമുക്ക്. കണ്ടോ? അപ്പൊ ഇതിന്റെ അളവുകൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യൂദ പറയുകയാണ് ഒന്നാമത്തെ കാരണം. ആഴ്ച വാക്യം യൂദയുടെ ലേഖനം 1:22-21 വായിച്ചേ. ആ ആ ആ ആ ബിൽഡിംഗ് യുവർ സെൽഫ് ഇൻ. കണ്ടോ അടുത്ത വാക്യം? കണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? അരമണിക്കൂറല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ എത്ര നേരം ജോലി ചെയ്യുന്നുണ്ട്? നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മണിക്കൂറുണ്ട്? 8 hours ജോലി ചെയ്യുന്നുണ്ട് ശമ്പളത്തിന് വേണ്ടി, അല്ലേ? അപ്പം മിനിസ്ട്രിക്ക് വേണ്ടിയോ? നമുക്ക് റിവൈവൽ വേണം, അല്ലേ? നമുക്ക് ഉണർവ് വേണം, ദൈവപ്രവൃത്തി വേണം. നമ്മൾ എത്ര മണിക്കൂർ നമ്മുടെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്? ഫെയ്ത്ത് ബിൽഡ് ചെയ്താൽ ഈസിയാ കാര്യങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാര്യം വിശ്വസിക്കുന്നവരാൽ എന്തുണ്ടാവും? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടയാളം എന്തിനു വേണ്ടിയാ? മർക്കോസിന്റെ അവസാനം പറഞ്ഞു, ദൈവം തന്റെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ. ഒരു ഹല്ലേലൂയ. ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ചു, ഇവിടെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ? എന്തോ കുഴപ്പമില്ലേ? പറ, എന്താ കുഴപ്പം? നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം എടുത്ത് 4:4 വായിച്ചു. അതിന്റെ ഇംഗ്ലീഷിലേക്ക് വരും, കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് അർത്ഥമുള്ളത്. എബ്രായർ 4:4. നമുക്ക് ഈ വാക്യം, നാമും ഒരു സദ്വർത്തമാനം കേട്ടതായിരുന്നു, കേട്ടെങ്കിലും അതിന്റെ 3-ാമത്തെ വാക്യം, അല്ലേ? 2. ഓക്കെ. അതിന്റെ വാക്കൊന്ന് വായിക്കാവോ? വിശ്വാസവുമായിട്ട് ചേർത്തില്ല, അല്ലേ? എനിക്കൊന്ന് വേർഷൻ ഏതല്ലേ എൻ്റെ ഇരിക്കുന്ന വായിക്കാതാ? ആ വേർഷൻ ഏത് വായിച്ചേക്കുന്നത്? അത് വിശ്വാസവുമായിട്ട് എന്ത് ചെയ്തില്ല? ഞാൻ മറ്റൊരു വേർഷൻ വായിച്ചു നോക്കി, മിക്സ് വിത്ത് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. വിശ്വാസവുമായിട്ട് അവര് മിക്സ് ചെയ്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എന്റെ ചോദ്യം, വചനം പ്രസംഗിക്കുന്നവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെ വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്തില്ല എന്നൊരു വാക്ക് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? കാരണം ആ വചനത്തിന്, ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സാധനം മിക്സിയിലിട്ട് അരയ്ക്കുന്നുവെങ്കിൽ, കറക്റ്റായിട്ട് അരണമെങ്കിൽ എന്ത് വേണം? കറക്റ്റ് വെള്ളം വേണം, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ പച്ചരി അരയ്ക്കും, അല്ലേ? നമ്മൾ അരി എടുത്ത് എന്ത് ചെയ്യും? ഇടും. അരി ഇട്ടിട്ട് 1/2 ഗ്ലാസ് ഒരു കുഞ്ഞ് 2 സ്പൂൺ വെള്ളം ഒഴിച്ചാലോ മിക്സി പോവും. അതിന്റെ, അല്ലേ? കറങ്ങി ഞങ്ങളുടെ 2 ജാറ് പോയി, എന്തോ സ്റ്റക്കായിട്ട്. എന്ത് ചെയ്ത്? കട്ടി കൂടിയിട്ട്. അപ്പം വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ, അത് വെള്ളം കുറഞ്ഞിട്ടല്ല കേട്ടോ, അതിന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് അലൈൻമെന്റ്. നോക്കി. അപ്പം വെള്ളം കറക്റ്റായിട്ട് മിക്സ് ആയില്ലെങ്കിൽ എന്ത് പറ്റും? റിസൾട്ട്. അപ്പം നിങ്ങൾ പറയുന്ന വചനവും ഫെയ്ത്തും തമ്മിൽ മിക്സ് ആകുന്നില്ല. കണ്ടോ? അതിന്റെ അർത്ഥം ആ വചനത്തിന്റെ അകത്തിരിക്കുന്ന മിറക്കിൾസിലേക്ക് ഫെയ്ത്ത് കയറുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഫെയ്ത്തിന് വലിപ്പം കുറവാണ് നിങ്ങളുടെ. രക്ഷിക്കപ്പെട്ട അതേ വിശ്വാസം ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിനെ ബിൽഡ് ചെയ്യുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി നമുക്ക് ആ വാക്യം റോമർ 12:3 വായിച്ചേ. മാക്സിമം നമുക്ക് നേരത്തെ തന്നു. നിങ്ങൾ നോക്കിയ വാക്കുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസത്തെ പകർന്ന് എന്ത് ചെയ്തേക്കുന്നു? അവനവന്. ഇപ്പൊ നിങ്ങൾ ആ വാക്കുകൊണ്ട് എന്ത് കൊടുത്തേക്കുന്ന? ഒരളവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഒരളവ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ലില്ലി സിസ്റ്ററുടെ അകത്തു ഒരു വിശ്വാസത്തിന് എന്ത് കൊടുത്തു? ഒരളവ്. നവാസ് ബ്രദറിന് കൊടുത്തു, ബെന്നി ബ്രദറിന് കൊടുത്തു. ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരളവ്, എനിക്കും കിട്ടും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ അളവ് കൊണ്ട് അത്ഭുതങ്ങൾ നടക്കും. പക്ഷെ കൂടുതൽ നടക്കണമെങ്കിലോ ഇതിന്റെ അളവ് എന്ത് ചെയ്യണം? കൂട്ടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ചോണം, ഇത് കൂട്ടുന്നുണ്ടോ നമ്മൾ? ഇനി നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് ഓടിവാ. മത്തായിയുടെ സുവിശേഷം 25-ാം വാക്യം, അതിന്റെ 14 മുതൽ വായിക്കാവോ? യേശു പറഞ്ഞ ഉദാഹരണമാണേ.
25 verse 14. Chapter. ആ ആ ആ ആ ആ ആ നിങ്ങൾ കേട്ട്, നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ യേശു പറയുവാണ്, താലന്ത് കൊടുത്തു. ഇനി ശ്രദ്ധിച്ചോണേ. ഇനി ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോ ഈ കുപ്പി വെള്ളം തന്നാൽ ഈ വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? തീരും അല്ലെ? നിങ്ങൾക്ക് ഞാൻ കുറച്ച് ആഹാരം തന്നാൽ എന്ത് ചെയ്യും? കഴിക്കുമ്പം തീരും. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ താളത്തിന്റെ പ്രത്യേകത, ഇത് ഡബിൾ ആക്കാൻ പറ്റുന്ന. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ ഈ ഫെയ്ത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡബിൾ ആക്കണം. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഈ ഫെയ്ത്തിനെ എന്ത് ചെയ്യണം? ഇതേപോലെ താലന്ത് യേശു പറയുകയാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോയപ്പോഴും കുറെ താലന്ത് കൊടുത്തു. അടുത്ത വാക്യം പറഞ്ഞു 5 താലന്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ ഒരു അളവുണ്ട്. ചിലപ്പോൾ 5 കിട്ടിയവരുണ്ട്, 5 കിട്ടിയവരുണ്ട്. അടുത്തത് 3 താലന്ത് കിട്ടിയവരുണ്ട്, 1 കിട്ടിയവരുണ്ട്. അപ്പൊ നോക്കി, അപ്പം അടുത്ത വാക്യത്തിൽ പറയുന്ന ഇനി 20-ാം വാക്യം വെച്ച് 5 കിട്ടിയ അപ്പൊ അവരെന്ത് ചെയ്തു? കിട്ടിയ വിശ്വാസത്തെ വ്യാപാരം ചെയ്തൊരു കാലിൽ പറഞ്ഞാട്ടെ. കണ്ടോ? നമുക്ക് ഒരു വ്യക്തികൾക്ക് പോയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഫെയ്ത്ത് എന്ത് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞില്ല. പുള്ളി ഏത് മരണ വീട്ടിൽ പോയാലും ചാടി കയറി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു മരണ വീട്ടിൽ കോട്ടയത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പുള്ളി റെഡി ആയിട്ട് നിൽക്കുക. കറക്റ്റ് പുള്ളി കൈവെക്കും, കരണ്ട് ഒരുമിച്ചായിരുന്നു. പുള്ളി യേശുവിന്റെ നാമത്തിൽ ഡെഡ് ബോഡി എണീറ്റ് വാ എന്ന് പറയും, കരണ്ട് പോയി. എല്ലാവരും എന്ത് ചെയ്തു? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എല്ലാവരും നോക്കി. അപ്പൊ ഒരു ദേവദാസൻ എന്ന് പറയാണ്, അറിയാതെ ദേവദാസൻ, ദൈവം അവൻ എന്നാ ധൈര്യമാണ്. ഡെഡ് ബോഡി എണീറ്റൊന്നുമില്ല. പക്ഷെ ദേവദാസൻ പറയാ, എന്നാ കുറെ പേര് വിമർശിച്ചു. ഈ വിമർശിക്കുന്ന ആരാന്നറിയോ? വിശ്വാസത്തിന്റെ അളവില്ലാത്തവൻ. എന്റെ ചിന്ത, ആ പുള്ളി എണീറ്റ് വന്നിരുന്നെങ്കിലോ? കണ്ട. അപ്പൊ അതൊരു അവന്റെ അകത്ത് മരിച്ചവൻ പൊങ്ങിയില്ല, പക്ഷെ പൊങ്ങുമെന്ന് ഒരു ധൈര്യം. അതിന്റെ പേരാണ് ഒരു വിശ്വാസം. എന്തോ ഒരു സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് എവിടെയോ. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാലോ ഡെഡ് ബോഡി ഇപ്പൊ പ്രാർത്ഥിക്കുക, എല്ലാവരും കാണിക്കുക, നമ്മൾ എന്നാ പറയും? നമ്മളൊരു ചമ്മലില്ലേ? നമുക്കൊരു ചമ്മൽ. എന്റെ കാര്യം നിങ്ങളുടെ ചമ്മലല്ല അത്. ആ ഫെയ്ത്ത് എന്ത് ചെയ്യുന്നില്ല. അതങ്ങോട്ട് കുറച്ചും കൂടെ നമുക്കൊരു ധൈര്യമായിട്ട്, നമ്മൾ ധൈര്യം എന്ന് വേണേൽ പറയാം, പക്ഷെ ധൈര്യമല്ല, ഫെയ്ത്താണ്. ഇപ്പൊ ഞാൻ ബെന്നിബറിന് വേണ്ടി ആൾക്കാർ നോക്കിയാൽ മതി. പലപ്പോഴും നോക്കി പബ്ലിക്കായിട്ട് ആയിരങ്ങളുടെ അടുത്ത് എത്തി. ഞാൻ പലപ്പോഴും അതിശയിക്കാറ്. കാര്യം നമുക്കൊരാളുടെ പോയി പ്രാർത്ഥിക്കാൻ എന്നത് പേടിയല്ലേ? അവർ ആയിരങ്ങൾ അവരെ വിമർശിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു നന്ദി പറയാം. കാര്യം 10,000-ങ്ങളുടെ 1000 ഇറങ്ങി എന്നുകൊണ്ട് പബ്ലിക്കായിട്ട് എന്ത് ചെയ്യുക, ലൈവ് എല്ലാം ഓണാക്കി വെച്ചേക്കുക. സൗഖ്യമായ നോക്കാൻ പറയുക, ചെക്ക് ചെയ്യാൻ പറയുക. അതവരുടെ ധൈര്യമല്ല, അവരുടെ ഫെയ്ത്ത്. അത് ഒരു കാലിൽ പറഞ്ഞാട്ടെ. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം അതിനവർ ഇൻക്രീസ് ചെയ്തവരവർ. ഒരു കാലിൽ പറഞ്ഞാട്ടെ. എല്ലാത്തിനും ദൈവം എന്ത് കൊടുത്തു? ഒരളവ് കൊടുത്തു. ഇതേപോലെ താലന്തുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ധൈര്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യം വന്നിട്ടില്ലെങ്കിൽ ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ധൈര്യം വരും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഇന്നും പലരും പറയും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധൈര്യമില്ല. കാര്യം ഇനി സൗഖ്യമായില്ലെങ്കിലോ. അതിനേക്കാൾ ഉപരി ആൾക്കാർ ഞാനവിടെ വിമർശനം പറഞ്ഞതുകൊണ്ടാണ്. ഇനി നാണക്കേടല്ല, അവർ കളിയാക്കത്തില്ലേ? കണ്ടോ? ഒരു അകത്ത് വിശ്വാസം കത്തിയവന് ഒരു നാണക്കേട് വലിയൊരു കാലിൽ പറഞ്ഞാട്ടെ. രാമൻ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ അപ്പൊ ഇവിടെ നോക്കിക്കേ. 5 താളത്ത് ഇവിടെ എന്ത് ചെയ്തു? എങ്ങനെ അവൻ സമ്പാദിച്ചത്? അവനത് വ്യാപാരം ചെയ്തു, അല്ലേ? അവനത് നേടി. 5 താളത്തും കൂടെ നേടി. അടുത്ത വാക്ക് യജമാനന്റെ ദ്രവ്യം എന്ത് ചെയ്തു? കണ്ടോ? മറച്ചു വെച്ചു. കുഴപ്പമൊന്നുമില്ല. അടുത്ത വാക്യം വായിച്ച്. നിങ്ങൾ ആ വാക്കുകൊണ്ടോ അവര് വ്യാപാരം ചെയ്തു, അല്ലെ? ട്രേഡ് ചെയ്തു, അല്ലേ? ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് വ്യാപാരം ചെയ്യാൻ കഴിയാത്തത്? ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കൃപാവരം യൂസ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വചനം കേട്ടിട്ട് നമുക്ക് അതിന് ധൈര്യം കിട്ടാത്തത്? കാര്യം ഫെയ്ത്തുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പം എന്താ പറഞ്ഞത്,
നമ്മുടെ ജോസഫ് പറഞ്ഞ കാണും പ്രവചിക്കാൻ തോന്നുക, പക്ഷെ മനസ്സ് പറയും തെറ്റിപ്പോയെന്നാണ്. ധൈര്യം വരുന്നില്ല. അതിന്റെ അർത്ഥം കുറച്ചും കൂടെ ഫെയ്ത്ത് എന്ത് ചെയ്യാറുണ്ട്, ബിൽഡ് ചെയ്യാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബസ്സിലിരിക്കുമ്പോൾ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തൊടുപുഴയിൽ പ്രാർത്ഥന വന്നപ്പം ഒരു സഹോദരി വന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് എൻ്റെ ഇരിക്കുന്ന മകളെങ്ങാണ്ട് മലപ്പുറത്തുള്ളതാണ്. അവര് തൊടുപുഴയിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടിട്ടു. അപ്പം തൊടുപുഴയിൽ ഇങ്ങനെ ബസ് കയറി പോകുന്ന വഴിക്ക് ഇടത്തും വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെട്ടിരുന്നപ്പോഴേക്കും പുള്ളിക്കാർ പറഞ്ഞു, എനിക്ക് മകളുടെ വിഷയമുണ്ട്, അത് മാത്രമല്ല കാലിനും മുട്ടിനൊക്കെ ഇനി ഒത്തിരി ദൂരം യാത്ര ചെയ്യാറുണ്ട്, അങ്ങ് കണ്ണൂരോ ഇവിടം വരെ പോകാനുള്ളതാണ്, മുട്ടിനൊക്കെ വേദനയാണ്. ഈ സൗകര്യം ചോദിച്ചു, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. ബസ് ഇരുന്നുകൊണ്ട് ചോദിച്ചു. സൗകര്യം പറഞ്ഞു, എന്നാ കുഴപ്പം, പ്രാർത്ഥിച്ചെല്ലാം പറഞ്ഞു. ഇവർ കൈ വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വതന്ത്രം പറഞ്ഞാണ്ട്. ഈ എല്ലാ ദിവസവും കേൾക്കുന്നത് ഇവരുടെ തലയ്ക്കകത്ത് നടക്കുമല്ല. യേശു നിങ്ങളുടെ രോഗത്തെ എന്ത് ചെയ്തു, ബസ്സിനകത്തിരുന്നാ പറയുന്നത്, യേശു എന്നെ നിങ്ങളുടെ രോഗത്തെ വഹിച്ചു, യേശു നിങ്ങളുടെ അടിപ്പിണരാൽ സൗഖ്യം. ഒറ്റ പ്രാർത്ഥന. ആ പുള്ളിക്കാർ ഒരുപാട് വേദനയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരെയും കൂട്ടി തൊടുപുഴയിൽ എന്ത് ചെയ്തു പ്രാർത്ഥനയ്ക്ക്. എൻ്റെ ചോദ്യം, ഞാൻ വിളിച്ചിട്ടാണോ വന്നത്? ഞാൻ നോട്ടീസ് കൊടുത്തോ? ഞാൻ ഫ്ലെക്സ് കൊടുത്തോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം അങ്കിത് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, ഡൽഹിയിലുള്ള നാഗ്പൂരിലെ ഒരു പ്രാർത്ഥന വലിയൊരു ക്രൗഡ് അല്ലേ, എനിക്ക് 2-3 ലക്ഷം പേര് കൂടി, ഒറ്റ ഫ്ലെക്സ് ഇല്ലായിരുന്നു. ഗവൺമെന്റ് പറഞ്ഞു പോസ്റ്ററും വെക്കാൻ പറ്റത്തില്ല, ഫ്ലെക്സും വെക്കാൻ പറ്റത്തില്ല, നോട്ടീസും കൊടുക്കാൻ പറ്റത്തില്ല. അങ്കിത് പാസ്റ്ററുടെ ടീം നമ്മൾ എന്നാ ചെയ്യും? ഒന്ന് കർത്താവ് എന്ത് ചെയ്തോളൂ. ഇതൊന്നുമില്ലാതെ അത്രയും ലക്ഷം എന്ത് ചെയ്തു ഗ്രൗണ്ടിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കി, ഗവൺമെന്റ് ഇടപെട്ടു. ഫ്ലെക്സ് വെക്കാൻ മേല, നോട്ടീസ് കൊടുക്കാൻ മേല, പബ്ലിസിറ്റി പറ്റത്തില്ല, ഒരു പോസ്റ്റർ പോലും വെക്കാൻ എന്ത് ചെയ്യത്തില്ല. പക്ഷെ കർത്താവ് തീരുമാനമാണ്. ഒരാളുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഇവിടെ നോക്കുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ ഉപയോഗിക്കണമെങ്കിൽ യൂത പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസത്തെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എങ്ങനെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നത്? ഒന്ന്, വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ദാനിയൽ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഞാൻ പറഞ്ഞു, ഫാദർ ദാനിയൽ കുന്നമ്പള്ളി അല്ലെ, പൂവത്തിങ്കൽ ദാനിയൽ പൂവത്തിങ്കൽ അച്ഛൻ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇങ്ങനെ കാണാൻ ഇടയായി തീർന്നു യാദൃശ്യമായിട്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ പള്ളിയിൽ വരുന്ന ഒരാൾ കൃഷിയൊക്കെ നശിച്ചിരിക്കുക. അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കൃഷിയൊന്നും പ്രവർത്തിക്കുന്നില്ല, മൊത്തം നഷ്ടമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ വചനം എന്ത് ചെയ്യുക, വചനം കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു സ്പീക്കറും ബോക്സും എല്ലാം കൊണ്ടുവന്ന് കൃഷിയിടത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. മരത്തിൽ എന്ത് ചെയ്തു, ഫിറ്റ് ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യുക, ഈ നോക്കിക്കേ, നിങ്ങൾ പാവയ്ക്കയും കോവയ്ക്കേനെയും എല്ലാം എന്ത് ചെയ്യുക, വചനം കേൾപ്പിക്കുക. ഒരു സ്വത്രം പറഞ്ഞാണ്ട് അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് അവിടെ എല്ലാം തഴച്ചു വളരാൻ തുടങ്ങി. ആ കൃഷിയുടെ മൊത്തം എന്ത് ചെയ്തു. പക്ഷെ എന്റെ ചോദ്യം, ഒറ്റ സാക്ഷ്യമേ അത് കേട്ടുള്ളൂ. പിന്നെ ആരും ഇതുപോലെ സ്പീക്കർ വെച്ചിട്ട് എന്ത് ചെയ്തില്ല, കൃഷിയുടെ സാക്ഷ്യം പിന്നെ ആരും അച്ഛന്റെ സാക്ഷ്യം കേട്ടിട്ടില്ല, മറ്റാരും പറഞ്ഞില്ല. എന്റെ കാര്യം എന്നറിയാവോ, അവിടെ വചനം കേൾപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, വചനം കേൾപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായി. ഈ ബോക്സ് വെക്കുമ്പോൾ ഒരു വിശ്വാസം വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം ഇദ്ദേഹം ബോക്സ് വെച്ച് വചനം വെക്കുമ്പോൾ നാട്ടുകാർ പറയും വട്ട എന്ന് പറയും അല്ലേ. അപ്പൊ എനിക്ക് വട്ടില്ല, ഇതെന്റെ ഉറപ്പാന്ന് അകത്തെ വിശ്വാസം പറഞ്ഞത് കൊണ്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വചനം പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം, അകത്ത് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കണം. എങ്ങനെ ചെയ്തെടുക്കുന്നത്? ഇത് താലന്ത് പോലെയാണ്, ഇത് വാണിഭം ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത്തെ താലന്ത് കിട്ടിയതിനെ പറ്റി ഒന്ന് വായിച്ചു. ഒരു താലന്ത് കിട്ടിയവനോ ലഭിച്ചു. വായിച്ചാടാൻ വായിച്ചു. അവൻ എന്ത് ചെയ്തു? നിങ്ങൾ ആ വാക്കുകൊണ്ട് മറച്ചു വെച്ചു, അഥവാ വെച്ചു. അങ്ങനെയാണ് ഒരു താലന്ത്. ഇത് നോക്കി. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ 9 കൃപാവരങ്ങളുണ്ട്. ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. നോക്കിക്കേ. ഇനി വിശ്വാസമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പ്രവൃത്തി തലത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതിന്റെ കാര്യം എന്നറിയോ, നമ്മൾ കുഴിച്ചു വെച്ചിരിക്കുക. എന്തുവാ കുഴിച്ചു വെക്കുക എന്ന് പറഞ്ഞ? ഇവിടെ 5 താലന്ത് കിട്ടിയത് എന്ത് ചെയ്തു? അതിന്റെ അർത്ഥം ഇത് വർദ്ധിക്കാതിരിക്കുന്ന അവസ്ഥയാണ് കുഴിച്ചിടുക എന്ന് പറഞ്ഞ. വിശ്വാസത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കാത്ത അവസ്ഥയാണ് കുഴിച്ചിടുക എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നവാസ് ബദറിന് ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ വിശ്വാസം നമ്മളോട് സംസാരിക്കും. ലോകത്തിൽ എല്ലാവർക്കും അറിയാം, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അകത്തുനിന്ന് സംസാരിക്കുന്നവർക്കാണ്.
ആരെ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വിശ്വാസത്തിലൂടെ സംസാരിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. വിശ്വാസം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബെന്നിബദറിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുക എന്ന് എൻ്റെ വിശ്വാസം പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് എത്ര പേര് നിന്നാലും പോയി പ്രാർത്ഥിക്കാൻ എൻ്റെ ധൈര്യമാണ് വിശ്വാസം. പക്ഷെ എനിക്ക് ആ ധൈര്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതിന്റെ കാരണം എന്നറിയാവോ? എൻ്റെ വിശ്വാസം അകത്തുനിന്നും പൊങ്ങി വരുന്നില്ല, വിശ്വാസം ഒഴുകുന്നില്ല. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഇരിക്കട്ടെ, നമ്മൾ ആദ്യം വചനം കേൾക്കണം. നിങ്ങൾക്ക് വചനം കേട്ടിട്ടും ദൈവപ്രവർത്തികൾ ചെയ്യുവാനുള്ള ധൈര്യം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്തായിരിക്കും? കേൾക്കുന്നതിൽ എന്തോ ഒന്ന് പറഞ്ഞ് കുഴപ്പമുണ്ട്. എനിക്ക് കേട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. കണ്ടോ, യേശു പറഞ്ഞു 70 പേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയി എന്ത് ചെയ്യുക. ചിലർ പറഞ്ഞു യേശുവിന്റെ ഭയങ്കര വലിയ ശിഷ്യന്മാരാന്നും അവർ പത്രോസിനെക്കാളും വലിയ ആളാന്നൊക്കെയാണ് ചിലർ വ്യാഖ്യാനം. ഒന്നുമല്ല. കർത്താവ് നേരത്തെ തെരഞ്ഞെടുത്തത് 12 പേരെ മാത്രമേ ബൈബിളിലുള്ളൂ. മറ്റവര് അവർ ശിഷ്യന്മാരാന്നുള്ള വേറെ ഒരു തെളിവും ബൈബിളിൽ ഇല്ല. പിന്നെ അവൻ 70 പേരെ തെരഞ്ഞെടുത്തു. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. അപ്പൊ യേശു തെരഞ്ഞെടുത്ത ആരെ ശരിക്കും പറഞ്ഞാൽ 12 പേരെയാ. 12 പേരോട് മാത്രമാണ് ഞങ്ങൾക്ക് അധികാരം തരുന്നത്. മറ്റുള്ള എന്നാ പറയുക, നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? ദൈവരാജ്യം പ്രസംഗിക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ലൂക്കോസ് 10:19 അധികാരമായിട്ട് എന്ത് ചെയ്തത്? രണ്ടാമത് യേശു പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും അവർ തിരിച്ചു വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈ അധികാരത്തെ റിവീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പോയി എന്ത് ചെയ്യണം. നാളെ രാവിലെ ജോലി ഉള്ളതാണ് 70 പേർക്ക്. ചിലപ്പോൾ ഒത്തിരി പ്ലാൻ, കോടതി പോകേണ്ടവരുണ്ട്, കല്യാണത്തിന് പോകേണ്ടവരുണ്ട്. പക്ഷെ അവരതെല്ലാം മാറ്റിവെച്ച് പിറ്റേ ദിവസം തന്നെ ബസ്സില്ല, കാറില്ല, ഫ്ലൈറ്റ് ഇല്ല, അവർ പുറപ്പെട്ടു. ഒരു കാലയിൽ പറഞ്ഞാട്ടെ. അപ്പൊ അവർ പുറപ്പെടാൻ കാരണം യേശുവിന്റെ പ്രസംഗത്തിൽ ഒരു എനർജി ഉണ്ട്. യേശു പറഞ്ഞ വചനത്തിന്റെ അകത്ത് ചിലതൊക്കെ ചെയ്യുവാൻ തോന്നും. ഒരു കാലയിൽ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങളൊരു പ്രസംഗം കേട്ടിട്ട് തോന്നുന്നില്ലെങ്കിൽ ആ വ്യാഖ്യാനത്തിന്റെ അകത്ത് ബുദ്ധി കയറിയിട്ടുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ബുദ്ധി മിക്സ് ആകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ബുദ്ധി മിക്സ് ആയി കഴിഞ്ഞാൽ, ഒരു പ്രസംഗത്തിന്റെ അകത്ത് ബുദ്ധി മിക്സ് ആയാൽ നമ്മുടെ ഫെയ്ത്ത് പ്രവർത്തിക്കത്തില്ല. കാര്യം യേശു വരുന്നതിന് മുമ്പ് അവിടെ പ്രസംഗങ്ങളുണ്ട്. പക്ഷെ ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു ഇതേ ഭൂമി ഉണ്ടായ കാലത്തിൽ ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാന്നറിയാവോ? കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന്റെ കണ്ണ് തുറന്നപ്പോൾ അവിടെ നാട്ടുകാർ പറയുക, യഹൂദന്മാര് പറയുക, ഭൂമി ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ ഇതുപോലൊന്നും സംഭവിച്ചിട്ട്. എന്റെ അർത്ഥം ഇന്നലകളിൽ ആരും ചെയ്തതായിട്ട് തെളിവില്ലെന്ന് അവർ പറഞ്ഞേക്കുന്നത്. യേശു വന്നപ്പോൾ അത് സംഭവിച്ചു. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഇന്നും കുഴൻ കാണുന്നു, നിങ്ങളിലൂടെ ദൈവം ചെയ്യും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫെയ്ത്ത് ബിൽഡ് ചെയ്യുന്നു. അപ്പൊ ഇത് ഏത് ഫെയ്ത്താ? അത് ഈ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നതിന്റെ അർത്ഥം എന്തുവാ? മോസ്റ്റ് ഹോളി ഈ വാക്ക് എവിടെ നിന്നാന്ന് അറിയോ? ഒരു സ്ഥലത്താണ് ഈ പാവം ഉപയോഗിക്കുന്നത്. കൃപാസനത്തിലാണ്. നമുക്കറിയാം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അടുത്തത് മോസ്റ്റ് ഹോളി പ്ലേസ്. ഇപ്പൊ ഇവിടുന്ന് വന്ന വിശ്വാസമാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. കണ്ടോ? എവിടുന്ന് വന്ന വിശ്വാസമാണ്? ദൈവത്തിൽ നിന്ന് വന്ന വിശ്വാസം അകത്തിരിക്കുക. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. പക്ഷെ ഇത് വളരുന്നില്ല എങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അതായത് നിങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലെങ്കിൽ വിശ്വാസം എന്നതോ കാണാത്തത് വെള്ളമാണെങ്കിൽ വെള്ളത്തെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ യേശു വീഞ്ഞാക്കിയത് എങ്ങനെയാ? ബൈ ഫെയ്ത്ത്. ഒരു കാലിൽ പറഞ്ഞാട്ടെ. യേശുവിന് മനസ്സിലായ വെള്ളം വീഞ്ഞാകും. കാര്യം യേശുവിനെ പറ്റി ബൈബിൾ പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ യേശു നായകനാണ്, വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന നായകനാണ്. കണ്ടോ? അപ്പൊ ഇതേ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നിടത്ത് നിങ്ങളെ അയക്കുക. പക്ഷെ നമ്മൾ വന്നിട്ട് എന്നാ സംഭവിക്കുന്നത്? ഇങ്ങനെ നിൽക്കുക. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഈ യൂദ പറയുന്ന ഫെയ്ത്ത് ഏതാണെന്നറിയോ? ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്താ. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിനാണ് ബിൽഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കൃപാവരത്തെ എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾ ജ്വലിപ്പിക്കണം. ഒരു കാലിൽ പറഞ്ഞാട്ടെ. കൃപാവരങ്ങളിൽ വിശ്വാസം ഒരു കൃപാവരവാ. ഒരു സ്തോത്രം പറഞ്ഞ്. വിശ്വാസം എന്താണ്? ഒരു കൃപ. ഇത് നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ എന്തു പറയും? ഇപ്പൊ പെന്നിബദർ പറയാ, ഭൂലോകത്തിനട്ടത്തോളം പോയി ഞാൻ എന്ത് ചെയ്യും? സകല സൃഷ്ടിയോടും സുവിശേഷം പറയും, അല്ലെ? രോഗികളെ സൗഖ്യമാക്കും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ മരിച്ചതിനെ ഉയർപ്പിക്കും. ഇത് വചനം പറഞ്ഞിട്ട് അന്യഭാഷ പറയുമ്പോൾ ഫെയ്ത്ത് ബിൽഡ് ആവുക. എന്താ ചെയ്യുന്നത്? ഫെയ്ത്ത് ബിൽഡ് ആവുക.
നിങ്ങളുടെ ഫെയ്ത്ത് ബിൽഡ് ആകും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ വചനം പറഞ്ഞിട്ട് ഇപ്പോൾ പറയണം എൻ്റെ കരത്തിലൂടെ രോഗികൾ എന്ത് ചെയ്യും. ഞാനിത് നിരന്തരം പ്രസംഗിക്കാൻ തുടങ്ങി നീണ്ട വർഷങ്ങൾ, ഒരു കാലത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചറിയോ, ഇവർ പുറപ്പെട്ട്, ഞങ്ങളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞതാണ്, എന്തെങ്കിലും പറയുവാണ്. കൊല്ലത്തൊരു സഹോദരി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കൊല്ലത്ത് ഇങ്ങനെ ആലയിൽ കൊല്ലപ്പണി ചെയ്യുന്നൊരു സഹോദരൻ വാക്കത്തി കൊണ്ടാക്കുക. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വൊമിറ്റ് ചെയ്യും. കഞ്ഞി കുടിച്ചിട്ട് നാളുകളാണ് എല്ലാം അരച്ച് കലക്കി കൊടുക്കുന്നത്. അത് കുടിക്കുന്നത് കുറച്ചകത്തിയെല്ലാം ബാക്കി മൊത്തം വൊമിറ്റ് ചെയ്യും. കാര്യം ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അദ്ദേഹം പണിയെല്ലാം നിർത്തി വീട്ടിൽ കയറിയിരിക്കുക. ഈ സഹോദരി വചനം നിരന്തരം കേട്ടിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു വിശ്വാസിയല്ല, ക്രിസ്തു വിശ്വാസിയല്ല, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. യേശുവിനെ വിശ്വസിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു, യേശുവിനേക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞു, സഹോദരാ, ഈ ക്യാൻസർ ആര് വഹിച്ചു? ഈ ക്യാൻസർ ആര് വഹിച്ചു? ഉറക്കെ പറ, യേശു വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരാൽ ഈ ക്യാൻസർ എന്ത് ചെയ്തിരിക്കുന്നു? ഇദ്ദേഹത്തിന് ഇങ്ങനെ നോക്കുക, ക്യാൻസർ അപ്പൊ യേശു വഹിച്ചു. കാര്യം ഈ ആൻറ്റി സ്ഥിരതരം കേൾക്കും, ഓരോ രോഗത്തിന്റെ പേരെന്ത് ചെയ്തു? വഹിച്ചു. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. കണ്ടോ, ഇവർ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാ, കർത്താവ് രോഗത്തെ വഹിച്ചതാ. കർത്താവിന്റെ വചനം പറഞ്ഞത് എന്റെ കരം വെച്ചാൽ രോഗി എന്ത് ചെയ്യും? ഇത് നിരന്തരം കേട്ടോണ്ടിരിക്കുവല്ലേ. ഈ സഹോദരി കൈവച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചു. പിറ്റേ ആഴ്ച പറയുവാണ്, അന്ന് വൈകുന്നേരം കഞ്ഞി കുടിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വാക്കത്തി ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുത്തു. ഒരു കാലിൽ പറഞ്ഞാട്ടെ, ഒരു വർഷമായിട്ട് വാക്കത്തി പണിയാത്ത ആൾ എന്ത് ചെയ്തു? ഒരാഴ്ച കൊണ്ട് ഇപ്പൊ ആലയിൽ പടന്നുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ക്യാൻസർ എവിടെ പോയി? ക്യാൻസർ എവിടെ പോയി? ക്യാൻസർ യേശു കൊണ്ടുപോയി. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അപ്പൊ ഇത് നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. ഇത്രയും നമ്മൾ വചനം കേട്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് വരാത്തത്? എവിടെയൊക്കെയോ വചനത്തെ ബുദ്ധി മിക്സായി കയറിയിട്ടുണ്ട്. ഒരു കാലിൽ പറഞ്ഞാട്ടെ, എവിടെയൊക്കെയോ നമുക്ക് അകത്തേക്ക് വരുന്ന ഒരു ഫ്ലോയ്ക്കകത്ത് വചനമാണ് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ പച്ചരി വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോരും? ദോശ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. പെട്ടെന്ന് ലിംസി സിസ്റ്റർ പച്ചരി എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് നോക്കിക്കേ, പെട്ടെന്നാണ് ഫോൺ വന്നത്. ഫോൺ വന്ന് സംസാരിച്ച് വന്നപ്പോഴേക്ക് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന മണ്ണെണ്ണ എടുത്ത് അങ്ങോട്ട് എന്ത് ചെയ്തു? ഒഴിച്ച്. വെള്ളമായിരുന്നു ഒഴിക്കേണ്ടത്. എന്നാ സംഭവിച്ചത്? ദോശ കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ഉണ്ടാക്കിയാലോ ആളെന്ത് ചെയ്യും? ഇത് തന്നെയാണ്, കേൾക്കുന്ന വചനം ബുദ്ധിയുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ വിശ്വാസത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവിടെ വാക്കുണ്ട് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്. അല്ല, ആ വാക്ക് ഇംഗ്ലീഷിൽ വായിച്ച എബ്രായർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച് കേട്ടവരിൽ അത് വിശ്വാസമായി മാറാത്തെന്നാണ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അല്ല, 2 എബ്രായർ 4:2 അവർ വിശ്വാസവുമായിട്ട് അത് എന്ത് ചെയ്തില്ല? മിക്സ് ചെയ്ത്. ഗ്രീക്ക് വേർഡ് എങ്ങനെയാണ് എടുക്കുന്നത്? മിക്സ് ചെയ്തില്ല. വിശ്വാസവുമായിട്ട് മിക്സ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് പ്രോമിസ് കിട്ടിയില്ല. കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഇടയിലോട്ട് ബുദ്ധി കയറി വന്നു. അവർ ഫറവോണിലോട്ട് നോക്കി, അവരുടെ ശ്രദ്ധ മാറിപ്പോയി. അവർ മിസ്രൈമിലെ ജനത്തിന്റെ അവരുടെ ശത്രുവിന്റെ ബലത്തെ നോക്കാൻ പോയി. അവർക്ക് മിക്സ് ആയി പോയി, മിക്സ് ആക്കാൻ പറ്റിയില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം നിങ്ങൾ ഒരു വചനം നിങ്ങൾ പറയുമ്പോൾ, അതായത് കൃപാവരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ആ ഒരു വരുന്ന ഒരു വാക്ക് അവർ പറഞ്ഞ പോലെ തന്നെ ATM നമ്പർ പറഞ്ഞില്ല, പക്ഷെ നാണക്കേടാ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലോ ആ വ്യക്തിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തത്തില്ല. ഇപ്പൊ ഞാൻ പറയും, ഇപ്പം എല്ലാവരുടെയും ഇപ്പൊ ബെന്നിബർ വിഷമത്തിരിക്കുന്ന ആൾ, ബെന്നിബർ സാക്ഷ്യം കുഴപ്പമില്ല പറഞ്ഞത്, പുള്ളി പറഞ്ഞിട്ടില്ല. ബെന്നിബർ വിഷമത്തിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സാക്ഷ്യം പറഞ്ഞു. യൂട്യൂബ് ബെന്നിബർ കാണുന്നില്ല, സൂമിറ്റി യൂട്യൂബിലല്ല, ദൈവാത്മാവ് പേര് വെളിപ്പെടുത്തി ബെന്നി അല്ലെ, ബെന്നിയുടെ ജീവിതത്തിലേക്ക് ജൂലൈ മാസത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ബെന്നിബർ പറഞ്ഞു, സൂമിലുള്ള കുറെ പേര് പറഞ്ഞു എന്റെ പേര് ബെന്നിയാണ്, അല്ലെങ്കിൽ എന്റെ ഭവനം ബെന്നിയാണ്, കുറെ പേര് പറഞ്ഞു. പക്ഷെ ബെന്നിബർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജൂലൈ മാസം അവർ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അത് ആ സ്ഥലത്തിന്റെ വിഷയം ഫുൾ സെറ്റിൽമെന്റ് നടന്നു. വേറൊരു ബെന്നിയും സാക്ഷ്യം പറഞ്ഞില്ല. പക്ഷെ ബെന്നി ഒരു വാക്യം പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തു. കണ്ടോ, ഞാനത് എന്ത് ചെയ്തു? ഇപ്പൊ എന്റെ ചോദ്യം, ഞാൻ ആലോചന എന്റെ മനസ്സിൽ വന്നു, ഇപ്പൊ വേണ്ട, വെറുതെ പറയണ്ട, നടന്നില്ലെങ്കിലോ എന്ന് ഞാനത് വിഴുങ്ങിയിരുന്നെങ്കിലോ. ആ ഓരോ ആലോചനയ്ക്കകത്തും ദൈവത്തിന്റെ ഒരു കണക്ഷൻ ഉണ്ട്. രാവിലെ പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞ, ഒരു കൈമാറ്റമുണ്ട്. നിങ്ങളൊരു പ്രവചനം പറയുമ്പോൾ, ഒരു ആലോചന പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തുണ്ട്? അവരെല്ലാം പ്രവചനം കേൾക്കാൻ വേണ്ടി വരുന്നവരല്ലേ? ആയിക്കോട്ടെ, ആരാ പ്രവചിക്കുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോ ആരേലും വരുന്നുണ്ടെങ്കിൽ അത് ദൈവം അവരെ വിളിക്കുന്നതല്ലേ? പിശാച് പറയും, അവരെല്ലാം എന്ത് കേൾക്കാൻ വേണ്ടി വരുന്ന? വന്നോട്ടെന്നേ. ഒരു സ്വതന്ത്രം പറഞ്ഞോട്ടെ, അവർ വന്നോട്ടെ. പ്രവചനം കേൾക്കാനും വന്നെങ്കിൽ അവർക്ക് വചനം കൊടുക്കാൻ ദൈവത്തിന് അറിയാം. കണ്ടോ, വചനം കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന് അറിയാം അവർക്ക് അപ്പം വേണം.
അവർക്ക് മീൻ വേണം. കണ്ടോ, വന്നത് എന്തുവാ? വചനം കേൾക്കാനാ. അവർക്കുള്ള ആഹാരം ആര് കൊടുത്തു? കണ്ടോ? അപ്പൊ ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് വാണിഭം ചെയ്യുക. കേട്ടോ? അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കർത്താവിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യണം. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന നിങ്ങൾ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ മണിക്കൂറുകൾ നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. വിശ്വാസം സ്ട്രോങ് ആയ വീൽ ചെയർ ഇരിക്കുന്നവൻ ചാടി എണീക്കും. ഓ ഷാൽബറാൻഡേരിയ. തളർവാദ രോഗി നോക്കി പത്രോസ് പറഞ്ഞു, അനന്യാസേ യേശു നിന്നെ എന്ത് ചെയ്തു? ഞാൻ ആ വാക്യം ഒന്ന് ആരെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇനി എടുത്തില്ല ഞാൻ ആ വാക്യം. അനന്യാസേ യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ, അപ്പോസ്തല പ്രവൃത്തിയിലാണേ, അനന്യാസേ യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ഉടനെ അവൻ ചാടി എണീറ്റു. കണ്ടോ? എന്നെ പത്രോസ് ഇതിന്റെ സീക്രട്ട് പറയുമ്പോൾ എന്താ നടക്കുന്നത്? ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ. യേശു നിന്നെ വിളിച്ചത് എന്തുവാ? അല്പവിശ്വാസിയെന്നല്ലേ? അല്ലേ? ഇപ്പൊ നിങ്ങൾ ആരാ? പറയുമ്പോ ചാടി എന്ത് ചെയ്യുക? ഇന്നലെ വന്ന് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ മകന്റെ രോഗബന്ധനം എന്ത് ചെയ്തില്ല? അഴിഞ്ഞില്ല. ആ വാക്യം ഒന്ന് നമ്മൾ നോക്കി. ഞാൻ ആ വാക്യം എടുത്തു. അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ വാക്യമാണ്. ആ 9:32 അപ്പോസ്തല പ്രവൃത്തി. ഓക്കെ. ഓക്കെ. ചിലരിങ്ങനെ ഗൂഗിൾ പോലെ സൂമിലോട്ട് നല്ലതാണ് കേട്ടോ. ഏത് വചനം വന്നാലും ഇവർ നിമിഷ നേരം കൊണ്ടത് എടുക്കും. ചിലപ്പോൾ ഞാൻ മറന്നു പോകും. കുഴപ്പമില്ല, എനിക്ക് ബ്രദറിന് വചനമൊന്നും അറിയത്തില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ എഴുന്നേറ്റ് താനായി തന്നെ. അതിന്റെ അർത്ഥം ഞാൻ വന്ന് എന്ത് ചെയ്യത്തില്ല, നിന്നെ പിടിക്കത്തുമില്ല, നിന്റെ മേൽ കൈയും വെക്കത്തില്ല, നീ തന്നെ എന്ത് ചെയ്യണം. അതന്നെ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 3-ാം വാക്യത്തിൽ പിടിച്ചെണീപ്പിച്ചത്. ആ ഫെയ്ത്ത് അല്ല ഇപ്പൊ ഒരു ആലലി പറഞ്ഞാട്ടെ. ഓ നിങ്ങൾ കണ്ടേ, ആ വിശ്വാസമല്ല. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ മുടന്തനെ എന്ത് ചെയ്തു? അവനെ പിടിച്ചെണീപ്പിച്ച് നരിയാണി ഉറച്ചു. ഇവിടെ പറയാം, നീ തന്നെ എന്ത് ചെയ്തോണം. വാ, എന്റെ വിശ്വാസം മാറി. ഇത് അഹങ്കാരമാണോ? ഇതാണ് വിശ്വാസത്തിന്റെ ബലം. ഇതാണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ഈ രാജ്യം യേശുവിൻ്റെതായി മാറിയിരിക്കുന്നു. ഈസ്റ്റ് മോണിൽ തീ കത്തു. അനേകർ എന്നിലൂടെ വിടുതൽ പ്രാപിക്കൂ. ബിൽഡിംഗ് യുവർ ഫെയ്ത്ത്. നിങ്ങളെ വാക്കുകൊണ്ട് അനന്യാസെ നീ എന്ത് ചെയ്യണം? ഉടനെ എന്നാ സംഭവിച്ചു? ഉടനെ പുള്ളി എന്ത് ചെയ്തു? ഓ, പത്രോസ് പിടിച്ചെണീപ്പിച്ചതാണോ? അവൻ തന്നെ എന്ത് ചെയ്തു? എന്റെ പ്രിയരെ, നിങ്ങളിലൂടെ ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? 2026 യേശു നിങ്ങളുടെ അകത്തുണ്ട്. 2024 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ഏറ്റെടുത്ത എന്നിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ഒന്ന് റിലീസ് ചെയ്ത് അന്യഭാഷ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ബിൽഡിംഗ് യുവർ ഫെയ്ത്ത്. അസാധാരണമായ കാര്യങ്ങൾ. ഓ, മുടന്തൻ നിങ്ങളെ കാണുമ്പോൾ എണീറ്റ് വരാൻ പോവാ. തളർവാദ രോഗി നിങ്ങളെ കാണുമ്പോ തന്നെ ഓ ജീസസ്, അവൻ യേശുവേ എന്ന് വിളിച്ചു. ഭൂതങ്ങൾ അലറി മാറുന്നത് പോലെ രോഗികൾ എണീറ്റ് വരാൻ പോവാ. രോഗികൾ നിങ്ങളെ കാണുമ്പോ തന്നെ കേട്ടെ നിങ്ങൾ നോക്കിയേ. യേശുക്രിസ്തു അടുത്ത് വന്നപ്പോ തന്നെ ഭൂതത്തിന് എന്ത് മനസ്സിലായി? ഭൂതം പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന് പുത്ര നിനക്ക് തമ്മിൽ ഞാൻ ചോട്ടെ. യേശു വെളിപ്പെടാൻ പറഞ്ഞു. വെളിപ്പെടാൻ പറഞ്ഞു യേശു അടുത്ത് തന്നെ പിശാച് തന്നെ എന്ത് ചെയ്തു? വെളിപ്പെട്ടു അല്ലേ? അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോ രോഗാത്മാവ് തന്നെ മാറും. അവൻ തന്നെ യേശുവേത് വിളിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ നോക്കിക്ക്, അനന്യാസെ തന്നെ എന്ത് ചെയ്യണം നീ? പത്രോസ് എന്തു മനുഷ്യനാ? കിടക്കുന്ന ആളോട് എന്ത് ചെയ്യാ? പത്രോസ് കൈ വെച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ കാലഘട്ടം മറുപടി ഫോണിലൂടെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലായി ഇതൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളതാ. പറയുമ്പോ തന്നെ ദൈവപ്രവൃത്തി എന്ത് ചെയ്യുക? പത്രോസ് പറഞ്ഞു താനെ എന്ത് ചെയ്യുക? നീ തന്നെ, നിങ്ങളിലൂടെ ഇതൊക്കെ സംഭവിക്കണ്ടേ?
ഇന്ന് നമുക്ക് തന്നെ എണീക്കാൻ പോലും പറയാൻ ധൈര്യമില്ലല്ലേ. നമ്മൾ കൈ വെച്ച് മണിക്കൂറുകൾ എന്ത് ചെയ്യുക, എന്നിട്ടോ ബിൽഡിങ് യുവർ ഫെയ്ത്ത്. ഇന്നലെ കിട്ടിയ വിശ്വാസം പോരാ, ഇന്നലെ കിട്ടിയ വിശ്വാസം ഇതാണ് താലന്ത്. ഇപ്പൊ കുഴിച്ചിട്ടിരിക്കുക, മുളച്ചു വരുവോ? ഇല്ല. അതിനി മത്തായി പെട്ടെന്ന് വന്ന് 25 വന്ന് യേശു എന്നാ മറുപടി പറഞ്ഞ വ്യക്തിയോട്? മത്തായി 25 പെട്ടെന്ന് ഓടിവാ. എന്നാ പറഞ്ഞത്? ആ 8 താഴെ, ഒരു താഴ്ന്ന് ഇട്ടിട്ടെടുക്കുക. ഒരു താളം നമ്മുടെ വിഷയം 8 17 എനിക്ക് തോന്നുന്നത്. 17 വാക്യം 25-17. ആ ആ ആ ഓ, യേശു വരും കേട്ടോ. യേശു വന്നിട്ട് ചോദിക്കും, ഈസ്റ്റ് ബോണിൽ എന്താ ചെയ്തത്? നമ്മൾ ഒരാത്മാവ് പോലും വന്നില്ല, ഒരാത്മാവ് പോലും വന്നില്ല. അപ്പൊ കർത്താവ് പറയും, സാരമില്ല. ഒന്ന് വായിച്ചേ. ഒരു താലന്താണ് ആ ലേസി. അപ്പൊ നമ്മൾ ആരാ? പിന്നെ 8 മണിക്കൂർ 9 മണിക്കൂറും 12 മണിക്കൂറും ജോലി നമ്മൾ ലേസിയാണോ? നമ്മൾ ശമ്പളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? 12 മണിക്കൂർ ദൈവരായത്തിന് വേണ്ടിയോ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? നോട്ടീസ് കൊടുക്കുന്ന പരസ്യത്തിന് കാര്യമല്ല ഞാനീ പറഞ്ഞേക്കുന്നത്, പ്രസംഗിക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. ബിൽഡ് ചെയ്യുവാൻ വേണ്ടി. ലേസി മാൻ അല്ലേ? ആ വായിച്ചു, താട്ട് വായിച്ചു. ആ ഓ, കർത്താവ് പറയുകയാണ്, ഇതാ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിലോ ഇൻട്രസ്റ്റ് എങ്കിലും കണ്ടോ. ഇതാണ് ആദ്യമുള്ള വ്യക്തി യേശു തടയാഞ്ഞത്. കണ്ടോ പത്രോസെ, നമുക്ക് അവൻ വിരോധമല്ല, പക്ഷെ ഞാൻ അവൻ എന്ത് ചെയ്യുന്നില്ല. കാര്യം അവൻ നിമിത്തം ഒരു മുടന്ന് എണീക്കുവാണെങ്കിൽ പോട്ടെ. അപ്പൊ യേശു അടുത്ത വാക്യം അടുത്ത് വെച്ചോ, 2 വായിച്ചു. ഓക്കെ. കണ്ടോ, ഇത് നിങ്ങളിൽ വരാതിരിക്കുന്നത്. ഇരുട്ടിലേക്ക് നിങ്ങളെ പിടിച്ച് നമ്മൾ പറയാ, കർത്താവ് ആരും അതിൽ പറഞ്ഞ് തമ്പുരാൻ പറയും, ആ താല നികതാ, അത് മേടിച്ചിട്ട് കൊടുത്തവന് കൊടുക്കും. ഒരു കാലിൽ പറഞ്ഞാട്ടെ, ഉള്ളവന് കിട്ടും. ആ വാക്കൊന്ന് വായിച്ചു മത്തായില്, ഉള്ളവന് കിട്ടും. എത്രാമത്തെ വാക്യം അത് വായിച്ചു? ഉള്ളവന് ആണ്ട ഉള്ളവൻ എന്ത് കിട്ടും? അതിനകത്ത് ഉള്ളവൻ വാണിഭം ചെയ്യും, അസൂയപ്പെട്ടിട്ട് കാര്യം ഇല്ല. ഒരു കാലിൽ പറഞ്ഞാട്ടെ, നിങ്ങൾ കൃപാവരെ ഉപയോഗിക്കുമ്പം അവരുടെ ഭയങ്കര ആള് വരുന്നു, അവർ ഭയങ്കര സംഭവം എന്ന് പറയുമ്പോൾ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്തുവാ? ഉള്ളവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. അടുത്ത വാക്ക്, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോ? അപ്പൊ ഈ ഉള്ളതും കൂടെ എന്ത് ചെയ്യും? പോകരുത് കേട്ടോ. ഉപയോഗിച്ചില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യും? തമ്പുരാൻ ആർക്കെങ്കിലും മാറ്റി കൊടുക്കും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ താലന്തുകളെല്ലാം നോക്കി, ഇതിനെല്ലാം കണക്ഷൻ നോക്കിയാൽ മതി. കർത്താവ് നമുക്ക് തന്നതെല്ലാം വളരുന്നതാണ്. നിങ്ങൾ പ്രപഞ്ചം നോക്കിക്കേ, ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ഇതൊരു പ്രോസസ്സ് കണ്ടോ. നിങ്ങളൊരു ചെടി വെച്ചു, നാളെ ഒരു 20 വർഷം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? അതൊരു ആപ്പിൾ മരമായി. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി, ഇത് വളരുന്നുണ്ടോ? ഇല്ല. മനുഷ്യനുണ്ടാക്കിയിട്ട് ഇതെല്ലാം മിക്സറും മൗസും ഇത് വളരുന്നുണ്ടോ? മനുഷ്യനുണ്ടാക്കി ഒന്നും എന്ത് ചെയ്യത്തില്ല. ഇത് തന്നെയാണ് മാൻമെയ്ഡ് ഗോസ്പൽ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ അകത്ത് ബുദ്ധി കയറിയാൽ വളരത്തില്ല, സ്റ്റക്കായി. അവിടെ കൊണ്ട് വളർച്ച എന്ത് ചെയ്യും? ബ്ലോക്കായി പോകും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവുണ്ടോ? ജീവന്റെ ആത്മാവാ. അവിടെ വളർച്ച ഉണ്ടാകും. പരിശുദ്ധാത്മാവിൽ വളരണം. അതുകൊണ്ടാണ് യൂദ പറഞ്ഞത്, ഒറ്റ ലേഖനം യൂദ എഴുതുള്ളൂ. തീയ ശരിക്കും പറഞ്ഞ യൂദയുടെ ഒറ്റ ലേഖനം. അസാധാരണമായ എല്ലാ കൺസെപ്റ്റുകളും തകർക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഒറ്റ ഒന്നേ എഴുതിയുള്ളൂ. ഞാൻ പറയാം, കുറച്ചും കൂടെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടതായിരുന്നു. കാര്യം സാമാന്യമായ വെളിപ്പാട്. വീഴാതെ വണ്ണം ദൈവം നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിപ്പോൾ വീഴുന്ന പറയുന്നത്. പക്ഷെ യൂദ പറയാണ്, വീഴാതെ വണ്ണം ദൈവം, ഈ തിരിച്ചടിയൊക്കെ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി, വീഴാതെ വണ്ണം തമ്പുരാൻ എന്ത് ചെയ്തോളും? പിശാച് കൈ ഓങ്ങിയാലും തമ്പുരാൻ ഉള്ളം കർത്തി പിടിച്ചേക്കുക. ആമേ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന് സ്തുതി എന്നാണ് പറഞ്ഞത്. ആമേ. നോക്കിയേ, അപ്പൊ നമ്മുടെ ഫെയ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം?
ബിൽഡ് ചെയ്യണം. ഹാലലി പറഞ്ഞാട്ടെ. നമ്മൾ ഈസ്റ്റാം പ്രയറിന് മുമ്പാണ് ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ 2 ദിവസം ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാമെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റാമിന് മുമ്പ് ആദ്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, എന്തായാലും ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇതുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചേരം ഇരിക്കാം. ആ പ്രാർത്ഥന ദൈവം അങ്ങനെ അങ്ങ് മണിക്കൂറുകൾ കൊണ്ടുപോയി. പിന്നെ കഴിഞ്ഞ ദിവസം പോലെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് ഡൈവേർട്ട് ചെയ്ത് എന്ത് ചെയ്ത് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധം വന്നു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്നറിയോ? ജനം കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷയിലേക്ക് ഒരു കയറി വരാൻ തുടങ്ങി. ഹാലലി പറഞ്ഞോട്ടെ. അപ്പൊ ദൈവത്തിന് നിങ്ങളിലൂടെ പലരെയും പുറത്തു കൊണ്ടുവരിക. ഒരു സമയത്ത് കർത്താവ്, ഞാൻ പറയട്ടെ, കർത്താവ് എനിക്ക് പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മളിലൂടെ പകർച്ച ഉണ്ടാവും. ഒരു ഹാലലി പറഞ്ഞോട്ടെ. നിങ്ങൾ തുടങ്ങിയ നിങ്ങളിലൂടെ കർത്താവ് അനേകരെ എണീപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്വോത്രം പറഞ്ഞ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. ഒരു ഹാലലി പറഞ്ഞ് ഒരു നിമിഷം നമുക്ക് എണീക്കാം. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നിങ്ങൾക്ക് കർത്താവിൽ അത് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യണം. ഒരു രോഗിയെ കാണുമ്പം താലന്തുകൾ ഉപയോഗിക്കണം. ഇതാണ് വാണിഭം ചെയ്യുക. കണ്ടോ, നമ്മളിങ്ങനെ നോക്കുക, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ രോഗി സൗഖ്യമാകുന്നില്ല. ബൈബിൾ പറഞ്ഞ് വിതറാത്തോട് നിന്ന് പെറുക്കാൻ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഒരു സഭയിൽ നിന്ന് അടുത്ത സഭയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലിൽ പറഞ്ഞാട്ട് വിതറാത്തോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ? കർത്താവ് അനേക ആത്മാക്കൾ പുറത്ത് കിടക്കുക. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞങ്ങൾ നോക്കുക, മറ്റേ ബെന്നിവർ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നത് കുറേ പേര് ഈ ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ വലിയൊരു ഗ്രൗണ്ട് നിറച്ചു. അല്ലേ ഇവിടെ? അല്ലേ ആ സ്ഥലത്തിന്റെ പേരുന്ന് കാർബൂട്ട്സ് അല്ലേ? അവിടെ ഒരു ഗ്രൗണ്ട് നിറച്ചു. ഒരു കൺവെൻഷനുള്ള ആള് കച്ചവടം ചെയ്യുക ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പേര് കൂടി ഇവിടെ കൺവെൻഷന്റെ ആള് പുറത്തുള്ള 2 ആൾക്കാർ ഇവിടെ പള്ളിയിൽ പോകാത്ത ആൾക്കാർ ശരിക്കും ഇത്രയും വരണ്ട. ശരിക്കും പറഞ്ഞു നേരെ തിരിഞ്ഞു പോയി. അപ്പൊ അത്രയും വലിയ ഗ്രൗണ്ട് നിറച്ചും ആള് അവരെന്ത് ചെയ്യുക? കച്ചവടം ചെയ്യുക. സുവിശേഷം കത്തിയാൽ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഓടിപ്പോവാം. പെട്ടെന്ന് ഇതും കൂടെ വായിച്ചിട്ട് ഇത് നമ്മൾ നടക്കാൻ വേണ്ടി പോവാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലെ 33, 34 വായിച്ചു, 35 വായിച്ചു, 33, 34, 35. ഇത് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും നിങ്ങളിൽ. ഏത് വായിച്ചു? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 30 എടുത്തോ. അനന്യാസിന്റെ കാര്യം വായിച്ചു. ലുസ്ദയിലും ഷാരോണിലും പാർക്കുന്ന എല്ലാവരും കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. 2 പട്ടണം, ഒറ്റ സൗഖ്യം. അപ്പൊ രോഗസൗഖ്യത്തിൽ കാര്യമുണ്ടോ? 2 പട്ടണം യേശുവിലേക്ക് വന്നു. 2 പേരല്ല. നിങ്ങൾ അനുഭവത്തിൽ ഒരു സാക്ഷ്യം വേണം. അനുഭവർ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സഹോദരിയെ ഒരു പേഷ്യന്റ് നോക്കുമായിരുന്നു. പെട്ടെന്ന് റെസിഡന്റ് അനുഭവർ അങ്ങോട്ടൊന്ന് മാറുമെന്ന് ചെയ്യുമ്പോൾ പുള്ളിക്കാരി ചാടി എണീറ്റു. നടക്കാൻ പറ്റത്തില്ലായിരുന്നു, സ്റ്റേബിൾ അല്ലായിരുന്നു. പുള്ളിക്കാരി മറിഞ്ഞടിച്ച് വീണു. പടക്കുന്ന സൗണ്ട് കേട്ടു. പെട്ടെന്ന് അവിടെ വിളിച്ചു, ആംബുലൻസ് വന്നു. നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ പൊട്ടലുണ്ട്. അവർക്ക് സംശയം തോന്നി പൊട്ടലുണ്ട്, കാര്യം അനക്കാൻ പറ്റുന്നില്ല. അനുഭവർ പെട്ടെന്ന് അവർ പറഞ്ഞു വിഷയമാവില്ല, കാര്യം അദ്ദേഹം മണിച്ചുകൊണ്ടിരിക്കുക സമയത്തായിരുന്നു സംഭവിച്ചത്. ഭയങ്കര സീരിയസ് ഇഷ്യൂ. അനുഭവർ അങ്ങോട്ട് അവർ ചേഞ്ച് ചെയ്ത മാർഗ്ഗത്തിൽ ഓടിപ്പോയി കഴിച്ചു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ റീസ്റ്റോർ ആകട്ടെ. എനിക്ക് പുള്ളിക്കാരിക്ക് വേദനയൊക്കെ ഉണ്ട്. അങ്ങ് പോയി പുള്ളിക്കാരൻ പേടിച്ചില്ല. അപ്പോൾ അവരെല്ലാം പറഞ്ഞു വലിയ വിഷയമാണ്, പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, ഭയങ്കര പ്രോബ്ലമാണ്, സീരിയസാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് തിരിച്ചു വന്നു. ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും പുള്ളിക്കാർ പറയും ഇപ്പോൾ കുഴപ്പമില്ല, നേരത്തെ ഇച്ചിരി വീക്ക്നസ് അതും കൂടെ മാറി കിട്ടി. ഒരു കാലിൽ പറഞ്ഞാട്ടെ കണ്ടോ. അപ്പൊ അനുഭവം എന്നെ വിളിച്ചു, അത് ഭയങ്കര അതിശയായി. കാര്യം എന്തുവാ? ഒന്നാമത് പുള്ളിക്കാർ നടക്കാൻ മേല, കൂടാതെ പൊട്ടലും ഉണ്ടായി. അവിടെ കൊണ്ടുപോയി ഉറപ്പായിട്ട് സർജറി വേണ്ടതാ. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ആംബുലൻസുകാർ തിരിച്ചുകൊണ്ട് വിട്ടേക്കുന്നു. അമ്മച്ചിക്ക് വോക്കർ വേണ്ട ഇപ്പൊ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഒരു കാലിൽ പറഞ്ഞാട്ടെ. കണ്ടോ, നിങ്ങളുടെ അകത്ത് എന്തിരിപ്പുണ്ട്? ഒതുങ്ങി പോകരുത് പ്രിയർ. ഇതാ ഞാൻ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പത്രോസ് പറഞ്ഞു അനന്യാസെ ഞാൻ കൈവെക്കത്തില്ല, നീ എന്ത് ചെയ്തോണം. ഈ സൗഖ്യം നടന്ന ഉടനെ ലുസ്ത്രയിലും ഷാരോണിലും ഉള്ളവർ എന്ത് ചെയ്തു? ബെഡ് റിഡൺ ആയിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യന്റ് അവിടെ പോയിട്ട് പറഞ്ഞേ യേശു എന്നെ, എന്റെ ദൈവം, നാട്ടുകാർ ഞെട്ടി. ഇതേപോലെ ദൈവപ്രവർത്തി നടക്കാൻ പോവാം. പക്ഷെ നിങ്ങളുടെ ഫെയ്ത്തിൽ ഇതെല്ലാം ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഫെയ്ത്തിൽ ഇന്നു മുതൽ എന്നിലൂടെ രോഗികൾ സൗഖ്യമാക്കും. ഇൽഷാമും ഈസ്റ്റ് ബോണും എല്ലാം മാനസാന്തരപ്പെടുന്ന അത്ഭുതം. ഇവർ യേശുവിലേക്ക് തിരിയുന്ന ദൈവപ്രവൃത്തി.
അതുകൊണ്ട് ഞാൻ ഈ പരസ്യബോധത്തിനൊന്നും എതിരല്ല കേട്ടോ, ഒന്നിനും ഞാൻ എതിരല്ല, ഒന്നിനും ഞാൻ കൺവെൻഷൻ എതിരല്ല. നമ്മൾ കുറെ പ്രസംഗിക്കുന്നതിലല്ല കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ അവിടെ പോയി പരസ്യവും ചെയ്ത് വരച്ചു, ഈസ്റ്റ് മോണിൽ പോയി പരസ്യവും ചെയ്ത് വരച്ചു, പരസ്യവും ചെയ്ത് ട്രാക്ട് കൂടെ തിരിച്ചു പോരുന്നു, എന്താ ഗുണം? പത്രോസ് ആയിരുന്നെങ്കിലോ അവിടെ പരസ്യവും ചെയ്തെങ്കിലോ? നമ്മളെ നോട്ടീസും കൊടുത്ത് ക്ഷണിച്ച് വരാമെന്ന് വെച്ചാൽ ആരും വരുന്നില്ല അല്ലേ? നമ്മളാണ് തിരിച്ചു പോരും. പത്രോസ് ആണെങ്കിലോ ഈസ്റ്റ് പോകണം, എൻ്റെ അപ്പുറത്ത് ഏതാ അടുത്തത്? ബ്രൈറ്റനും ഇങ്ങി പോരും. കാര്യം എന്നറിയാവോ? അവർ പ്രസംഗിക്കുന്നവർ മാത്രമല്ല, അവർ പ്രവർത്തിക്കുന്നവരുമാ. നമ്മളിപ്പോൾ പലപ്പോഴും എന്താ പ്രസംഗം മാത്രം ഒതുങ്ങിപ്പോയി. ഭയങ്കര പ്രസംഗമാണ് നമ്മൾ. ഭയങ്കര പ്രസംഗം എന്ന് പറഞ്ഞാൽ തീ പാറും. യാതൊരു എന്ത് കേട്ടോണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര സങ്കടം വന്നു. കാര്യം ഒരു അമ്മച്ചിമാരുന്ന് പരസ്യവും ചെയ്യുക. ഞാൻ വീണ്ടും പറഞ്ഞ് വിമർശിക്കുമല്ല, അമ്മച്ചി പാവമുണ്ട്. അവരുടെ കപ്പാസിറ്റി മൊത്തം എടുത്ത് പരസ്യം ചെയ്യുമ്പോൾ മദ്യപാനി അവരുടെ മുമ്പിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് കുപ്പി ഒഴിച്ചിട്ട് കുടിച്ചിട്ട് ഇവർ പാടുന്ന പാട്ട് ഡാൻസ് കളിക്കുക. അമ്മച്ചിമാർ ഭയങ്കര പാട്ടാണ് പരസ്യത്തിന് വേണ്ടി. ഈ പുള്ളി എന്ത് ചെയ്യുക? ഡാൻസ് കളിച്ച് വട്ടം എന്ത് ചെയ്യുക? അവരെ കറക്കി കളിയാക്കുക. എൻ്റെ ചിന്ത മൊത്തം കർത്താവ് ആ സമയത്ത് പൗലോസ് എങ്ങാനും ആയിരുന്നെങ്കിലോ, ആ വെളിച്ചപ്പാടത്ത് നിന്ന് പ്രവചിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ ഇറങ്ങിപ്പോ വിശ്വാസം എന്ന് പറയും. എന്ത് ചെയ്തു? അവളുടെ പരിപാടി തീർന്നു. അവിടെ നേരെ പോയിട്ട് ആ കാരാഗ്രഹ പ്രമാണികളെ സ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതാണ് അധികാരം. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്തു, കർത്താവിന് വേണ്ടി നിന്നയല്ല ഏക്കണം. എൻ്റെ പ്രിയരെ, അത് വേറെയാണ്. സ്വതം പറഞ്ഞാട്ടെ, നിങ്ങൾക്കെതിരെ വരുന്ന ആയുധം ഫലിക്കത്തില്ല, നിങ്ങൾക്കെതിരായി വരുന്ന ശത്രു ജയിക്കത്തില്ല. അവനെ പിടിച്ചു കെട്ടു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. കണ്ടോ, അവന്റെ കോപ്പ് എന്ത് ചെയ്യത്തില്ല. ഒരു രോഗമുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഒരു ബന്ധനമുണ്ട്. അവനെ പിടിച്ചു കെട്ടി സൗഖ്യത്തെ എടുത്തു കൊടുക്കുവാൻ കപ്പാസിറ്റി ഉള്ളവരാ ആത്മീയർ. അന്യഭാഷ പറഞ്ഞ് യേശുവിന്റെ നാമത്തിലപ്പ ലുസ്ത്രയും ഷാരോണും വന്നതുപോലെ പട്ടണങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ പോവാ. ജ്വലിപ്പിച്ച് അന്യഭാഷ പറയുമ്പോൾ ഞാൻ എന്റെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യുക. എന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്റെ വീടിന്റെ അകത്തുനിന്നും എന്നുള്ളത് പരിശുദ്ധാത്മാ വീടിന്റെ അകത്തുനിന്നും മാറ്റങ്ങൾ ചലിക്കാൻ പോവാ. ഭവനത്തിന്റെ അകത്തുനിന്നും ഭാവനത്തിന്റെ അകത്തുനിന്നും അസാധാരണമായ മാറ്റങ്ങൾ തുടങ്ങാൻ പോവാ. ജീസസ്. രോഗശക്തികൾ തകരാൻ പോകുക. രോഗമുള്ളവരെല്ലാം കൈവച്ചോ യേശുവിന്റെ നാമത്തിൽ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ലോക ലോക റോക ലക. വേരി ബേരെ 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 ഷേബ റാബ റാല ബാര റീബ റാബ റിബി 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 ഷീബല ഹലകള ധീരിബലംദല റീഗബലംദല റീഗബല ഉടവൽ ഖാനക ഡേരി ഖാലക വന്ദ തേന റീഗ ഉടാ ബാബ റീബ ബാബ റീബ ബാബ. ബിൽഡിംഗ് യുവർ ഫെയ്ത്ത്, ബിൽഡിംഗ് യുവർ ഫെയ്ത്ത്. ഷോപ്പ് ദേ ഓ ഷഗ തീ 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 ഭായിको रखे लेके रखे लेके रीगा रिया रोस ओ रिया बला बरा बला बरा बला बला खरा गला गला बला गला बला रीगा देले बेले बेले बा री 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 ओसा हेते मारिया शोकेला रीगा वगदा रीगा ओ राइट 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 वेगा लाबा ओ राइट खगा रका लेके सके ओरी बाबा हुडा बाबा रीगा होरा बाबा रीगा बाबा रीबा ओ शाई 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 बरबले खड़दले बरबले रीगे खड़दले बरबले रीगे ओरी बाबा रीगा बाबा रीबा ओ स्वेट हे थाइस वाइगा लाबा रिया ओरी बारा बारा बाला रीगा देरी बाला बाला रीगा देरी बारा बाला रीगा दे री बाबा रीगा बा रगा देला बारा बाला रीगा शिगे देले बेले 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 रीगे रे ओरा बाबा रीबा राले शगे देले बेरे बेले रीगे देले बारा बाला रीगे देले रीगे दे रोई स्वेट थाइले बाराले रेले
Uri yatala barbala rigadala handala bartala rigadala ba hardala rigadala hartala rigadala hartala rigadala huradala ba orabal handala rigaba randala rigadhe Osh balele bele 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 ribe urabal hattala handala ba urabal hattala bandala ba urabal hartala rigadala banaga dhuraga dalaga deriga harbiya Oria baria Sofia tebia rabia tebia Jesus building your faith spiritual eyesകൾ sharp ആകട്ടെ spiritual eyesകൾ sharp ആകട്ടെ Rabia Lahoria Laka Ria Laka Ria Laka Speria Teria Sakia Uria Baragateri Udabala Ragadella Baragada Dalabala Rigadella Rigadella Atma in the tea Rika Late Rika Chigala Bala 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 Udabala Arabala Barabala 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 Udabala Barabala 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 Udabala Barabala 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 Udabal Baraga Deriga Daraga Duraga Dariga Deriga Artal Deriga Daraga Deriga Dariga Duraga Deriga Ura Baba Riga Baka Boka Huri Kara Udabala Barabala 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 Vaira Varia Amarala Barabala Soria Varia Sofia Urabala Barabala Barabala Urabala Handula Managa Duraga Dariga Deriga Doraga Urabala Haraga Deriga Doraga Dariga Deriga Dora Ora Baraba Jesus Christ healing anointing Oh Shbatelia Maria la Sofara Bakala Riala Uria Baria Sofia Tabia Rabia Oh Svainia Teria La Swakara Gala Sabrakatela Balakadela Rako Jesus spiritual eyes open ആവട്ടെ spiritual eyes bright ആകട്ടെ spiritual eyes bright ആകട്ടെ ഓഭരിയാല സോഫറിയാ തെലബരിയാല സോഫറാലിയാല spiritual eyes bright ആകട്ടെ Hallelujah, hala hosia, hala bala hadadala baragadada, shabala gadadala baragadeliba, udabala badadala bartalaba, urabala hadadala bartalaba, udadala barabala regaderiba, urabala la bara, urabara ribara barigara bari. Increase agate. Rigala Hatala, Rigabaran, Rigade. Urabala, Barabala. Ria Bala. Rigade. Healing power. Urabala Handala, Baraga, Deriga, Doraga, Deriga, Riga, Baba. So Maria Toria, Baria Teria, Baria Toria. Ribala Hadala, Barikela, Takela, Hartela, Rike, Riba, Baba. Baragada, Tarigama, Urabala Ragadala, Rigaba, Randala, Rigabara, Rigadela, Berabala, Rigadela, Ura Baba, Riga, Shavala Gadala, Randalaba, Riga. Jesus.
Riba ba 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 ba. Mari kada dala bara bodi kamar. Oh riba rake. Riba rabe. Ora kala balla rigadale. Jesus Christ. Oh maragala thalaga ba laga the. Purabala laga the. Hariga baraga rigade. Goriga thaliga there. Oh Riyama the Riya. Oh riba la balla khadadala rigade. Parishuddhalmavinte pagarcha. Oh Parishuddhalmave. Tee gathunallappa. Jesus. Kohuralala balia terima. Safraka teliba. ജീസസ് ക്രൈസ്റ്റ്. ഒരു കാര്യം ഉറപ്പാ പ്രിയരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് സമയം നോക്കാൻ പറ്റത്തില്ല പ്രാർത്ഥനയിലും. ചിലപ്പം നിങ്ങൾ വരുമ്പോൾ ഇനിയും പ്രതീക്ഷിച്ച് പറയാം കർത്താവ്, ചിലപ്പോൾ സമയമൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. സമയം നീണ്ടതുകൊണ്ടാണ് നമുക്കൊരു ഹോള് നഷ്ടപ്പെട്ടത്. പക്ഷെ എന്നിട്ട് നമ്മുടെ പ്രാർത്ഥന മുടങ്ങിയില്ലെങ്കിൽ സമയത്തെ എവിടെയൊക്കെയോ ബ്രേക്ക് ആകാൻ പോവാ. എനിക്കറിയാം നമുക്ക് നിർത്തണം എന്ന് ആവശ്യമാണ്. പക്ഷെ ഇനി ഇങ്ങനൊരു ഫ്ലോ വന്നാൽ നിർത്തരുത് എൻ്റെ ആഗ്രഹം. കാര്യം ആ തീ അങ്ങോട്ട് കത്തുമ്പോൾ പല അനന്യാസന്മാർ എണീറ്റ് വരും, പല ബെഡ് റഡൺ പീപ്പിളുകൾ എണീറ്റ് വരാൻ പോവാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ അന്യഭാഷാ പ്രാർത്ഥന എന്നുള്ളതിന്റെ ശക്തി, എന്താണ് നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കാത്തപ്പോൾ മനസ്സിലായോ? എന്തുകൊണ്ട് നമുക്ക് അനകളിലേക്ക് അടങ്ങാൻ പറ്റുന്നതിന് മനസ്സിലായോ? നിങ്ങളുടെ ഫെയ്ത്ത് ഇപ്പോഴും കുഴിച്ചു കിടക്കുക. ഇതിനെ മറ നീക്കിയെടുക്കണം. ഇംഗ്ലണ്ടിന്റെ ഒരു വെയിൽസിൽ ഒരു ചരിത്രം ഞാൻ വായിച്ചതാ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ പെട്ടെന്ന് ക്ലിപ്പോടെ പഴയ എനിക്കൊന്ന് കാലഘട്ടം ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരു സഹോദരി ഭയങ്കര കൊതിയോടെ, അന്നത്തെ കാലത്ത് ബൈബിൾ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അന്നത്തെ സമയത്ത് വിശ്വാസിക്ക് ബൈബിൾ കിട്ടുന്ന സമയമല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ബൈബിൾ ആദ്യ സമയങ്ങളിൽ. ആ സഹോദരി വചനം പറയുന്നത് അന്ന സമയത്ത് 46 മണിക്കൂർ ചെറിയ ജോലി ചെയ്ത് അങ്ങനെ ചെറിയ പണി ചെയ്തിട്ട് ബൈബിൾ മേടിക്കാൻ വേണ്ടി പൈസ സ്വരുക്കൂട്ടി വെച്ചു. എത്ര വർഷത്തെ ഒരു വർഷത്തെ സമ്പാദ്യവ. 46 കിലോമീറ്റർ ക്ലിപ്പ് കണ്ടായിരുന്നു. 46 കിലോമീറ്ററുടെ സഹോദരി നടന്നു. വെയിൽസിലാണ്. ഒരു ഒരു അച്ഛനെടുക്കെ ചെന്നു ബൈബിൾ മേടിക്കാൻ വേണ്ടി. പുരോഹിതൻ പറഞ്ഞു ലാസ്റ്റത്തെ സ്റ്റോക്കും ഉച്ചയ്ക്ക് തീർന്നു പോയെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു തിരിച്ച് 46 കിലോമീറ്റർ നടന്നാ വന്നത് ബൈബിളിന് വേണ്ടി. ഇന്നത്തെ വണ്ടി കണ്ടുപിടിച്ചിട്ടില്ല സമയത്ത്. ഭയങ്കര അവിടെ നിന്ന് കരഞ്ഞെന്നാ പറഞ്ഞ സഹോദരി. ആ പുരോഹിതൻ എന്ത് ചെയ്യുന്നറിയോ? തൻ്റെ ബൈബിൾ എന്ത് ചെയ്തു? കൊടുത്തു. അത് ഇംഗ്ലണ്ടിൽ വന്ന് ഈ സാക്ഷ്യം അറിയിച്ചു. ഇംഗ്ലണ്ടിൽ ഈ സാക്ഷ്യം അറിയിച്ച് അന്ന് സ്ഥാപിച്ചതാണ് ബൈബിൾ സൊസൈറ്റി. ലോകത്തിൽ സാധാരണക്കാരന് സൗജന്യമായിട്ടും തുച്ഛമായ വിലയ്ക്കും ബൈബിള് കൊടുക്കുവാൻ ഒറ്റ സഹോദരിയെ കൊണ്ടാണ് ജയിപ്പിച്ചത്. ഇത് വെയിൽസിൽ നടന്നതാണ്. ഈ രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നത്. കിലോമീറ്ററോളം മടിയില്ലാതെ കർത്താവിന്റെ ഒരു വചനത്തിന് വേണ്ടി തന്റെ അധ്വാനം മൊത്തം മാറ്റിവെച്ച ആ സഹോദരിമാരുടെ മണ്ണാണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ ആരാധിക്കുമ്പം
ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അതിശക്തം ഉപയോഗിച്ച കാലഘട്ടമായത്. മടക്കല്ല് പ്രിയരെ, ഇന്നും ആ തീ കടാതെ കിടപ്പുണ്ട്. ഇന്നും ആ തീ ആർക്കോ വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളാണ് അതിനെ ജ്വലിപ്പിക്കുന്നതെങ്കിൽ ആ വിളി നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കൂ. നന്ദി കർത്താവേ. നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക്, എനിക്കറിയാം ഇത് നമുക്ക് വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഇത് കത്തി കയറും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അനന്യാസന്മാര് മരിച്ചു പൊക്കോണ്ടിരിക്കുക, അല്ലേ? പല അനന്യാസം മരിക്കുമ്പോൾ ലുസ്ത്രയും ഷാരോണും കെട്ടിക്കൊണ്ടിരിക്കുക. പത്രോസുമാരെ പോലെ ഇറങ്ങണം. അതിന് നമ്മുടെ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യണം. ഏത് ചാൻസ് കിട്ടിയാലും പരിഹസിക്കുന്ന അതിനകത്ത് ഒരു വാക്ക് ഞാൻ കേട്ടു, ഇവൻ ഏത് ആത്മാവാണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞത്. എന്നെ പറ്റി പറയാം, ഏത്, എന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിന് നമ്മൾ കിടക്കുന്ന എന്തുവാ? പ്രസംഗിക്കുക, വചനം കേൾക്കുക, ആമേൻ പറയുക, നിർത്തിപ്പോവുക. ഇതാണ് നമ്മുടെ മനസ്സിൽ. നിങ്ങൾ ലോകത്തെ കാണിക്കണം, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അസാധാരണമായ കാര്യങ്ങളെ പ്രതീക്ഷിക്കണം പ്രിയരെ. ഫെയ്ത്ത് ബിൽഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ കോൺഫിഡൻസ് നമ്മൾ ഇന്ന് അറിയത്തുള്ളൂ. നന്ദി കർത്താവ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മേശയിലേക്ക് പോകാം. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആരാധനകൾ നമ്മളെ തന്നെ പുഷ് ചെയ്യണം. ഞാൻ പറഞ്ഞത് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല. നമ്മുടെ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് ഞാൻ ഫുള്ളി ഇവനെ ഓടി പിടിച്ചേക്കുവായിരുന്നു. നമ്മുടെ മീറ്റിംഗ് നടത്തും, എന്നോട് വീഡിയോ ഓണാക്കി. ആ മീറ്റിംഗ് കഴിയുന്നവരെ എൻ്റെ കയ്യിൽ എന്ത് ചെയ്തുള്ളൂ, ഇവൻ താഴെ നിൽക്കത്തില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം, അത് വേണം എന്ത് ചെയ്യാൻ, സ്കിപ്പ് ചെയ്യാം. ഞാൻ പറയാം, അല്ല എനിക്ക് പറ്റത്തില്ല, കരയുവാണ്, മീറ്റിംഗ് എന്ത് ചെയ്യും, പാസ് ചെയ്യാം. പക്ഷെ ഉള്ളത്തിൽ പ്രേരണ വന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഹോൾഡ് ചെയ്ത് വെച്ചു. ഞാൻ ചെയ്ത മഹത്വം പറയുന്നില്ല, നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ പുഷ് ചെയ്യണം, സമയം കണ്ടെത്തണം. നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നവർ വിശ്വാസത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടി വില കൊടുക്കുക. ഇതാണ് വില കൊടുക്കുക എന്ന് പറഞ്ഞത്. നമ്മളെ തന്നെ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്നു എന്ന വചനം പറഞ്ഞിരിക്കുന്നത്. സമയം കണ്ടെത്തണം. കർത്താവിന്റെ മേശയിലേക്ക് നാം വരുമ്പോൾ ഇന്ന് കേട്ടതുപോലെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധനായ അതിവിശുദ്ധിയിലിരിക്കുന്ന ദൈവത്തിന്റെ അകത്തിരുന്ന ആ ദാനം ഇന്ന് ഭൂമിയിൽ നമുക്ക് ലഭിച്ചത് ഈ ശരീരം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി ആ തിരശീല ശരീരമാണ് തിരശീല രണ്ടായി കീറിയത് കൊണ്ട് എനിക്കും നിങ്ങൾക്ക് പുത്രന്മാരാകാൻ പറ്റി, മക്കളാകാൻ പറ്റി. ഈ ഫെയ്ത്തിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ഈ അപ്പത്തിന്റെ ശക്തിയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പൗലോസ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ എൻ്റെ വിശ്വാസം വൃഥാവത്ര, യൂസ്ലെസ് ആണെന്ന് പറയുന്നത്. എൻ്റെ ഫെയ്ത്ത് യൂസ്ലെസ് ആണ്. എൻ്റെ ഫെയ്ത്ത് കാര്യം അവൻ ഉയർത്തത് കൊണ്ട് ഇത് യൂസ്ലെസ് അല്ല, ഇത് സ്ട്രെങ്ത് ആണ്. എൻ്റെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നുറുക്കുന്ന അപ്പങ്ങൾ എൻ്റെയും നിങ്ങളുടെയും നിത്യജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ്. അവണ്ണം തന്നെ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പം എടുത്ത് സ്തോത്രം നുറുക്കി, ഈ രക്തത്തിൽ എൻ്റെ പുതിയ നിയമമാകുമെന്ന് പറഞ്ഞു. ഇത് കുടിക്കുമ്പോഴൊക്കെയും കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മ നിങ്ങൾ എല്ലാ ദിവസവും എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഓർമ്മയിൽ നടക്കണം. നമുക്ക് ഒരുമിച്ച് കരത്തിൽ എടുത്ത് പിടിക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യാം. എല്ലാവരും എടുത്ത് പിടിച്ചോട്ടെ. യേശുവേ റാഷതലമസ് റാഫ എലോഹി നന്ദി കർത്താവേ, അപ്പത്തിനായി വീഞ്ഞിനായി നന്ദി പറയുന്നപ്പ. ഇത് ഭക്ഷിക്കുമ്പോൾ ഇത് രക്തമാണ്, ഇത് മാംസമാണ്. ബൈബിൾ പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു വയ്ക്കണം. ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് പറഞ്ഞ് ഒരു രോഗവും എന്നെ കൊല്ലത്തില്ല, ഒരു വേദനയും എന്നെ തർക്കത്തില്ല. ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തി. അല്പനേരം പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ കാണും. ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ലോകത്തിൽ ഞാൻ കാണും. ഭക്ഷിച്ച് നമുക്ക് വിലപ്പെടാം. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ അപ്പം ഒന്നായതുകൊണ്ട് പലരായും നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. ശ്രദ്ധിക്കുക, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് ജോലി സ്ഥലത്തായിക്കോട്ടെ,
ഭവനത്തിലായിക്കോട്ടെ അതിനെ വിവേചിക്കണം. എപ്പോഴും మన കർത്താവിൻ്റെ നാവിനെ കർത്താവിൻ്റെ ഹിതമല്ലാത്തതൊന്നും പറയുവാൻ ഇടവല്ലാതെ കടിഞ്ഞാണിട്ട് എന്ത് ചെയ്യണം? ഡെയിലി പറയണം. എൻ്റെ നാവിൽ നിന്ന് ആകാത്തതൊന്നും വാരരുത്, എൻ്റെ ശരീരത്തിൽ നിന്ന് ആകാത്തതൊന്നും വാരരുത്. ഇത് പറഞ്ഞുകൊണ്ട് വേണം ജോലിക്ക് പോകാൻ പോലും. അവിടെ ഇരിപ്പുണ്ട് മോശയെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെ എൻ്റെ താളന്തുകളെ എറിഞ്ഞുടയ്ക്കാൻ നിൽക്കുന്നത്. നമ്മൾ അവരുടെ പുറകെ പോകരുത്. എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരു ഡോർ അടഞ്ഞ് പോകരുത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഓഫറിംഗ് പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, എടുക്കണം. ഇനി ആൾക്കാർ വരും, ഉണ്ട്. അതിൻ്റെ അകത്തെടുത്തു. നമ്മളല്ലാതെ വിതയ്ക്കുന്നുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ. അതിൻ്റെ ഉള്ളത്തിൽ ലിനിസ്റ്റർ മറ്റേ നമ്മുടെ 2 മക്കളുള്ള സൗകര്യങ്ങൾ ആദ്യം മുതൽ പ്രാർത്ഥനയ്ക്ക് ഒന്ന് ജസ്റ്റ് അവരൊന്ന് പറയണേ, എന്നോട് ക്ഷണിക്കാം. വരുമോ എന്നുള്ളത് കർത്താവ് തീരുമാനിക്കട്ടെ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അവരുടെ മുഖം വരുമായിരുന്നു. എന്താ 2 മക്കളുള്ള കഴിഞ്ഞ നമ്മൾ സംസാരിച്ച് അവരുടെ മുഖം എൻ്റെ മനസ്സിൽ രാവിലെ വന്നു. പിന്നെ എനിക്കത് അന്ന് പ്രാവശ്യം വന്നില്ല പ്രാർത്ഥനയ്ക്ക്, മെലിജി സഹോദരി അത് തന്നെ. ഒന്ന് അവിടെ പറയണേ, ക്ഷണിക്കുക. ദൈവമാണ് കൂടിക്കൊണ്ട് വരുന്നത്. ഇങ്ങനെ ഒരു നിയോഗം വന്നു, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം കർത്താവിൻ്റെ പ്രേരണയെങ്കിൽ അവർ വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നതുകൊണ്ടാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഞായറാഴ്ച മാത്രം പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലുസ്ത്രയിൽ ഒതുങ്ങിപ്പോവും. നിങ്ങൾ താലന്തുകളെ കുഴിച്ചിടുന്നവരാണെങ്കിൽ ഒരു സൺഡേ മീറ്റിംഗ് മാത്രം നിങ്ങൾക്ക് മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ കൂടുതൽ കർത്താവിൽ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാണിഭം ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വാണിഭം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടുകൾ പുറത്ത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വചനത്തെ പ്രഖ്യാപിക്കണം, കൂട്ടായ്മയെ ആചരിക്കണം. ഒരു മനസ്സോടെ നമുക്ക് മുന്നേറണം. നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വെച്ചോടെ പിന്നെ ഇവർ പ്രാർത്ഥിച്ചോട്ടെ. കേട്ട വചനം കാണുവാൻ അതിവിശുദ്ധ വിശ്വാസത്തെ കർത്താവെ അത് കൂടുതലായി ബിൽഡ് ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കുമാറാകണം. കർത്താവിന്റെ ആ പരിച കൊണ്ട് മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ മഹത്വം കൊണ്ട് നിറയ്ക്കുമാറാണ്. ഹോളി സ്പിരിറ്റ് എൻ്റെ ആശീർവാദം പറഞ്ഞാട്ടെ. ആശീർവാദം പറഞ്ഞു. ആമേൻ. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുനാഥ്. നമ്മൾ നേരത്തെ തന്നെ നമ്മളെല്ലാവരും വന്നു. നമുക്ക് വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ തന്നെ തുടരണം. കാര്യം കർത്താവ് എന്തോ കണക്ട് ചെയ്യാൻ വേണ്ടി പോകും നമ്മളായിട്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.